അപ്പോ നമ്മള് ഇന്നത്തെ ഈ ഒരു സെഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾക്ക് ഒരു ഇൻട്രൊഡക്ഷൻ ആണ് തരുന്നത്. അതായത് നമുക്ക് എന്താണേലും ഇതൊരു ലോങ് ടേം ആയിട്ടുള്ള ഒരു സെഷൻ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്താണെങ്കിലും ആവശ്യത്തിൽ കൂടുതൽ സമയമുണ്ട്. അതുകൊണ്ട് നമുക്ക് നല്ലോണം അങ്ങ് ഇരുത്തി അങ്ങ് പഠിക്കാം. ബേസിക്സ് തൊട്ട് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് ഇടയ്ക്ക് എക്സാംസും ഒക്കെ നടത്തി അങ്ങനെ ഫ്രം ദ ബേസ്. ഓക്കെ, കാരണം ഇംഗ്ലീഷ് എന്ന് പറയുന്നത് പലർക്കും ഒരു എന്താ പറയാ ഭയങ്കര ഒരു പേടി സ്വപ്നമാണ് പലർക്കും പേടി സ്വപ്നമായിട്ടുള്ള ഒരു ഏരിയ ആണ് ഈ പറയുന്ന ഇംഗ്ലീഷ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ ആ പേടിയൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഇംഗ്ലീഷ് എളുപ്പമാണ്, നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ ഇംഗ്ലീഷ്. അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിയാൽ മാത്രം ഒരു ലോങ് ടേം ബാച്ചും കൂടെ ആയതുകൊണ്ട് നമുക്ക് ആവശ്യത്തിൽ കൂടുതൽ സമയമുണ്ട്. അപ്പൊ എന്താണേലും നമുക്ക് വീക്ക്ലി ഒരു ദിവസമായിരിക്കും ഇംഗ്ലീഷ്. ഓക്കെ, അപ്പൊ ഇപ്പൊ തുടക്കത്തിൽ ഈ ഒരു ലോങ് ടേം ബാച്ചിൽ ഒരു ദിവസമായിരിക്കും ആഴ്ചയിൽ നമുക്ക് ക്ലാസ്സസ് നടക്കുന്നത്. അപ്പൊ എന്താണല്ലോ അപ്പം എല്ലാ സബ്ജക്റ്റും ഓരോ ദിവസം വെച്ചുണ്ടല്ലോ. അപ്പൊ അങ്ങനെയായിരിക്കും നമ്മുടെ ക്ലാസ്സസ് പോകുന്നത്. അപ്പൊ ഇന്ന് ജസ്റ്റ് ഞാനൊരു ഇൻട്രോ മാത്രമേ ഉള്ളൂ. കൂടുതലായിട്ട് ഭയങ്കരമായിട്ട് അങ്ങ് പഠിപ്പിച്ച് അങ്ങനെയൊന്നുമില്ല. ജസ്റ്റ് നമുക്കൊന്ന് ഫെമിലറൈസ് ചെയ്യാം. ഓക്കെ, അപ്പൊ ആദ്യം തന്നെ എന്റെ പേര് കുറച്ച് പേർക്ക് അറിയാം, കുറച്ച് പേർക്ക് അറിയാത്തവരുണ്ട്. എന്റെ പേര് റീമ, ഇംഗ്ലീഷ് ഫാക്കൽറ്റി ആണ്. യെസ്, എല്ലാവർക്കും വെൽക്കം വെൽക്കം വെൽക്കം. ഓക്കെ, അപ്പൊ ഇന്നത്തെ ഈ ഒരു സെഷനകത്ത് ഞാൻ ഏറ്റവും ആദ്യം നമ്മുടെ സിലബസിനെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഓക്കെ, നമ്മുടെ സിലബസിൽ എന്തൊക്കെയുണ്ട്, അത് എങ്ങനെയൊക്കെ പഠിച്ചു തുടങ്ങണം, ഏതൊക്കെ ഏരിയാസ് നമ്മൾ ഫോക്കസ് ചെയ്യണം, എന്നിട്ട് നമുക്ക് റീസെന്റ് ആയിട്ട് വന്ന എക്സാംസിന്റെ ക്വസ്റ്റ്യൻസും കൂടെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നമ്മൾ എല്ലാം കൂടി ഇപ്പൊ സോൾവ് ചെയ്യാൻ പോകുന്ന എന്നല്ല, പക്ഷെ എങ്ങനെയൊക്കെയാണ് ഇതിന്റെ സിലബസിൽ ഇങ്ങനെയാണ്, അതിൽ നിന്ന് നമുക്ക് ചോദിച്ചിരിക്കുന്ന രീതി ഇങ്ങനെയാണ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ഇന്നത്തെ ബേസിക് ഇനിഷ്യൽ ക്ലാസ്സിൽ നമുക്കൊന്ന് കാണാം. ഓക്കെ, അപ്പോൾ ട്രസ്റ്റ് മീ, നിങ്ങൾക്ക് ധൈര്യമായിട്ട് തന്നെ ഇംഗ്ലീഷ് ഇനി ആ ഒരു പേടി സ്വപ്നം ഒന്നും ആവണ്ട. അത് പ്രത്യേകിച്ച് നമ്മുടെ പ്രീവിയസ് സ്റ്റുഡൻസിന്റെ ഒക്കെ ഒരു ഫീഡ്ബാക്കിൽ നിന്ന് തന്നെ പലരും പറഞ്ഞിട്ടുണ്ട്. മീൻസ് ആദ്യമൊക്കെ എന്താ പലർക്കും അത്ര വലിയ സെറ്റ് അല്ല ഈ പറയുന്ന ഇംഗ്ലീഷ്. എല്ലാവർക്കും ഒരു പേടി സ്വപ്ന. കാരണം അതിന്റെ കാരണം എന്താണെന്ന് അറിയാം, പലരും ബൈഹാർട്ട് ചെയ്ത് പഠിക്കുന്നവരുണ്ട് ഇംഗ്ലീഷ് പ്രത്യേകിച്ച്. അതായത് ഒരു പ്രീവിയസ് ഒരു 2-3 വർഷത്തെ അല്ലെങ്കിൽ ഒരു 5 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ട് ഈ പാറ്റേൺ വന്നാ ഇങ്ങനെ, ഓക്കെ അതിങ്ങനെ ബൈഹാർട്ട് ചെയ്ത് വെക്കും. ഇങ്ങനെ വന്നാ ഇങ്ങനെ, ഇത് വന്നാ ഇങ്ങനെ, അങ്ങനെ ബൈഹാർട്ട് ചെയ്ത് പോകുന്നവരുണ്ട്. അത് പാടില്ല, അത് ഒരിക്കലും ചെയ്യരുത്. അങ്ങനെ നമ്മള് ബൈഹാർട്ട് ചെയ്ത് പോകരുത്. കാര്യങ്ങൾ മനസ്സിലാക്കി തന്നെ പോവുക. അപ്പൊ അതിനകത്ത് ഗ്രാമർ ഉണ്ട്, വൊക്കാബ്സ് ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് നമുക്ക് ഓരോ ദിവസങ്ങളിലായിട്ട് നമുക്ക് കാണാം. സോ വെൽക്കം എവ്രി വൺ. ഓക്കെ, യെസ്. അപ്പൊ എല്ലാവരുടെയും കയ്യിൽ ആദ്യം തന്നെ മസ്റ്റായിട്ട് വേണ്ട സംഭവങ്ങൾ, ഒരു നോട്ട്ബുക്ക് വേണം. ഓക്കെ, എല്ലാവരുടെയും കയ്യിൽ മസ്റ്റായിട്ട് ഒരു നോട്ട്ബുക്ക് വേണം. അത് ഇംഗ്ലീഷിന് തന്നെ ഒരു നോട്ട്ബുക്ക് നിങ്ങൾ വെക്കുക. അതെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് അത് അത്യാവശ്യം ഒരു 200 പേജസിന്റെ ബുക്ക് ആണെങ്കിൽ ഏറ്റവും നല്ലത്. എന്നിട്ട് ഒരു സൈഡിൽ നിന്ന് നിങ്ങൾ ഞാൻ പഠിപ്പിച്ചു തരുന്ന അല്ലെങ്കിൽ പറഞ്ഞു തരുന്ന ഗ്രാമർ, ഒരു സൈഡിൽ നിന്ന് ഗ്രാമർ നോക്കുക, ഗ്രാമർ എഴുതുക. മറ്റേ സൈഡിൽ നിന്ന് വൊക്കാബ്സ്. വൊക്കാബുലറി പ്രോബ്ലം ആണ് അല്ലെ ആഷ്ലി? വൊക്കാബുലറിയുടെ സെഷനും ഞാൻ പറയാം. നമുക്ക് വൊക്കാബുലറി ആണെങ്കിലും ഇങ്ങനെ ഇത്രയും മാത്രം പഠിച്ചാൽ മതി എന്ന് നമുക്ക് പറയാൻ പറ്റില്ല വൊക്കാബ്സിനകത്ത്. കാരണം 100 പഠിച്ചാൽ മതി എങ്കിൽ നമ്മൾ ബൈഹാർട്ട് ചെയ്താണെങ്കിൽ ആ 100 പഠിക്കും അല്ലെ, അതിൽ നിന്ന് മാത്രം ക്വസ്റ്റ്യൻസ് എങ്കിൽ. അങ്ങനെയല്ല, ഇത് നമുക്ക് ഒരു ഐഡിയ ഇല്ല എവിടെ നിന്നാണ് വൊക്കാബുലറി വരുന്നത്, നമുക്ക് ഒരു ഐഡിയ ഇല്ല. മീനിങ്സ് ആണോ ഓപ്പോസിറ്റ്സ് ആണോ, നമുക്ക് ഒരു ഐഡിയ ഇല്ല എവിടെ നിന്നാണ് ക്വസ്റ്റ്യൻസ് വരുന്നതെന്ന്. അതുകൊണ്ട് നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ട് വൊക്കാബ്സ് പഠിച്ച് തുടങ്ങണം. അത് ഞാൻ ഒരു സെഷനിൽ ഞാനത് പറയാം. തുടക്കത്തിൽ തന്നെ ഒരു സെഷനിൽ ഞാനത് പറയാം. നമുക്ക് അതനുസരിച്ച് പഠിച്ച് മുന്നോട്ട് പോകാം. ഡോണ്ട് വറി. അപ്പൊ ആദ്യം തന്നെ നമ്മുടെ ടൈപ്പിസ്റ്റിന്റെ സിലബസ് ഞാനൊന്ന് കാണിച്ചു തരാം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ നമുക്ക് നമ്മുടെ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് 10 10 നമുക്ക് 10 മാർക്കിനാണ് നമ്മുടെ ഇംഗ്ലീഷ് എന്ന് പറയുന്നത്. അത് എന്തൊക്കെ ചോദിക്കും, എവിടെ നിന്നൊക്കെ നമ്മൾ പഠിക്കണം എന്നുള്ളത് നമുക്ക് നോക്കാം. പറ്റുമെങ്കിലുണ്ടല്ലോ, ഞാനിപ്പോ ഏറ്റവും ആദ്യം ഇപ്പൊ ഈ ആഴ്ച ഞാനൊരു ടാസ്ക് തരാം. ഈ ആഴ്ചത്തെ ഒരു ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾ ആദ്യം തന്നെ ബുക്ക് മേടിക്കുക. ഫസ്റ്റ് തന്നെ നിങ്ങൾ ബുക്ക് മേടിക്കുക. ബുക്ക് മേടിച്ചിട്ട് അതിന്റെ ഫ്രണ്ട് പേജില് പറ്റുമെങ്കിൽ ബുക്ക് മേടിച്ചിട്ട് അതിന്റെ ഫ്രണ്ട് പേജില് ഈ ഒരു ഇതിന്റെ പോയോ മാറിപ്പോയോ ഇല്ല, ഓക്കെ. പറ്റുമെങ്കിൽ ബുക്ക് മേടിച്ചിട്ട്
അതെ 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 20 മാർക്സ് ആണ് ഇപ്പൊ ഞാൻ കാണിക്കുന്നത്. ക്ലർക്ക് ടൈപ്പിസ്റ്റിന്റെ സിലബസ് ആണ് കേട്ടോ. രണ്ടിന്റെയും ക്വസ്റ്റ്യൻസ് എന്ന് കാണിക്കുന്നുണ്ട്, രണ്ടിന്റെയും ഞാൻ കാണിക്കുന്നുണ്ട് ഏകദേശം എങ്ങനെയാന്നുള്ളത്. ഇതിപ്പോ 10 മാർക്കിന്റെ ക്ലർക്കിന്റെ ആണ് കാണിക്കുന്നത്. നമുക്ക് 20 മാർക്കാണ്, രണ്ടിന്റെയും ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ. രണ്ടും കാണിച്ചു തരാം, ഡോണ്ട് വറി. കോമൺ എക്സാം 20 ആണ് അതെ. അപ്പൊ അപ്പം നമുക്ക് ഒരു ഐഡിയ കിട്ടും. രണ്ടും കൂടെ നോക്കി കഴിയുമ്പോൾ ആ ടോപ്പിക്സ് എന്താന്നുള്ളത് നമുക്ക് നോക്കാം. ഡോണ്ട് വറി. അതുകൊണ്ട് ഞാൻ ഇന്ന് കാണിക്കുന്ന രണ്ട് ക്വസ്റ്റ്യൻസും 10 മാർക്കിന്റെ ക്ലർക്കിന്റെയും കാണിക്കുന്നുണ്ട്, നമ്മുടെ ജനറലിന്റെ 20 മാർക്കിന്റെയും രണ്ടും ഞാൻ കാണിക്കാം. രണ്ടും ഞാൻ കാണിച്ചു തരാം. അപ്പൊ ആദ്യം എടുത്തത് ഇതാന്ന് മാത്രം. അപ്പോ നമുക്ക് ആദ്യം തന്നെ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ ഒരു ബുക്ക് മേടിച്ചു വെച്ചോണം. അടുത്ത ആഴ്ച വരുമ്പോഴത്തേക്കും ബുക്ക് മേടിച്ചു വെക്കുക. ആ ബുക്കിന്റെ ഫ്രണ്ട് പേജിൽ നിങ്ങൾ ഇതിന്റെ സിലബസ് ചുമ്മാ ഒന്ന് പേസ്റ്റ് ചെയ്ത് വെക്കുക. പ്രിന്റ് ഔട്ട് എടുത്ത് ഒന്ന് ചെയ്ത് വെക്കുക. അപ്പോ ഞാൻ കാണിച്ചു തരാം. നമുക്ക് വരുന്ന ഏരിയാസും കാര്യങ്ങളും എന്തൊക്കെയാണെന്ന് ഒന്ന് പറഞ്ഞു തരാം. അപ്പൊ ഏതൊക്കെ ഏരിയ നമ്മൾ നോക്കണം എന്നൊക്കെ പറഞ്ഞു തരാം. വലിയ ഞാൻ ഓവറോൾ ആയിട്ടൊന്ന് പറയാണ്. ഓവറോൾ ആയിട്ട് ഇപ്പൊ ഞാൻ ടോപ്പിക് ആയിട്ട് ഇങ്ങനെ 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 എന്ന് പറയുന്നില്ല, ഓവറോൾ ആയിട്ടൊരു ഇത് കാര്യം പറയാം. അതായത് നമുക്ക് ഫോക്കസ് ചെയ്യേണ്ട ഏരിയാസ് ഏതൊക്കെയാന്ന് ചോദിച്ചു കഴിഞ്ഞാല്, കണ്ടോ ഇത്രയും കാര്യങ്ങൾ, ഇത് ഇത്രയും ഇങ്ങനെ മൊഡ്യൂൾ 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 ആയിട്ട് ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. ഇതിപ്പം ഈ തന്നിരിക്കുന്നത് ഇപ്പൊ ഞാൻ ഒരു പെർട്ടിക്കുലർ നമ്മുടെ വാട്ടർ അതോറിറ്റിയുടെ എൽഇയുടെ എടുത്ത് പറഞ്ഞിരിക്കുകയാണ് ഇത്. അപ്പൊ ഇതിനകത്ത് നമ്മൾ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ട മൂന്ന് കാര്യങ്ങളെ നമുക്ക് ശ്രദ്ധിക്കാനുള്ളൂ. അത് ഏതൊക്കെ ഏരിയാസ് ആണെന്ന് ചോദിച്ചാല് നമുക്ക് ഗ്രാമർ ഒന്ന് നോക്കണം. ഓക്കെ, ഗ്രാമർ പല രീതിയിൽ പല തരത്തില് ക്വസ്റ്റ്യൻസ് വരാം. ഗ്രാമർ നോക്കാം. പിന്നെ നമുക്ക് നോക്കാനുള്ളത് വൊക്കാബ്സ് നോക്കുക. വൊക്കാബ്സും പല രീതിയിൽ വൊക്കാബ്സ് വരും. അത് ഏതൊക്കെയാന്നുള്ളത് നമുക്ക് ഓരോന്നോരോന്നായിട്ട് കാണാം. വൊക്കാബ്സ് പല രീതിയിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് വരും. പിന്നെ വൊക്കാബ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതുണ്ടോ, ഇവിടെ എല്ലാം നമുക്ക് വൊക്കാബ്സ് ഉണ്ട്, പല രീതിയിലൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഈ രണ്ട് പോർഷൻസ് കംപ്ലീറ്റ് ചെയ്യണം, വൊക്കാബും ഗ്രാമറും. അതായത് കാണിച്ചു തരാം. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഈ ടൈപ്പിസ്റ്റിന്റെ ബാച്ചിൽ എല്ലാരും പേടിക്കുന്ന രണ്ട് ഏരിയ ഉണ്ട്. ഓക്കെ, എല്ലാരും പേടിക്കുന്ന രണ്ട് ഏരിയാസ് ആണ് ഈ പറയുന്ന വൊക്കാബും ഗ്രാമറും. പക്ഷെ വൊക്കാബ് ഉണ്ടല്ലോ അത്ര പേടിക്കണ്ട, നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ട് പോയി കഴിഞ്ഞാൽ ഒന്നും പേടിക്കാനില്ല. അപ്പൊ ഞാനൊന്ന് കാണിച്ചു തരാം. സിസ്റ്റമാറ്റിക് ആയിട്ട് പറഞ്ഞാല് രണ്ട് പോർഷൻസ്. ഓക്കെ, നിങ്ങൾ ഗ്രാമർ പഠിക്കണം. അത് നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കും. അതിന്റെ അഗാധങ്ങളിൽ നിന്ന് പല കേസസും കാര്യങ്ങളും, അപ്പൊ പല പ്രാവശ്യം ചോദിച്ചിരിക്കുന്നത് പല ലെവലിലുള്ളത്. അതിപ്പം ക്ലറിക്കൽ ലെവൽ ആയിക്കോട്ടെ, വാട്ടർ അതോറിറ്റി ഏതായിക്കോട്ടെ, ആ ചോദിച്ചിരിക്കുന്ന ഗ്രാമറിന്റെ ലെവലും കാര്യങ്ങളും ഒക്കെ പറയാം. ഗ്രാമർ നിങ്ങൾ പഠിച്ചിരിക്കണം. രണ്ടാമതായിട്ട് പഠിക്കേണ്ടത് വൊക്കാബ്സ്. അപ്പൊ ഈ രണ്ടെണ്ണം പഠിച്ചാൽ മതിയോ? സത്യം പറഞ്ഞാൽ ഈ രണ്ട് കാര്യങ്ങൾ പഠിച്ചാൽ മതി. ഗ്രാമർ പോർഷനും വൊക്കാബുലറിയും സെറ്റ് ആണെങ്കിൽ നമ്മുടെ ടൈപ്പിസ്റ്റിന്റെ സിലബസ് കംപ്ലീറ്റ് ആണ്. അതിനാണ് ഇത്രയും ആയിട്ട് ഇങ്ങനെ തന്നിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഗ്രാമർ സെക്ഷൻ സ്ട്രോങ് ആയി നോക്കണം. അതൊന്നും പേടിക്കണ്ട, അതാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ടാണ് ഇന്നിപ്പോ ഞാൻ ഈ പറയുന്ന പോലെ ഭയങ്കരമായിട്ടും നമ്മളിപ്പോ മാത്സ് ആണെങ്കിൽ A+B² എന്ന് പറഞ്ഞ അങ്ങനത്തെ ഭീകരമായ, നമുക്ക് ഇംഗ്ലീഷിനകത്ത് പറയുവാണെങ്കിൽ 100 റൂൾസ് 120 റൂൾസ് അത്രയൊക്കെ ഉണ്ട്. അപ്പൊ ഈ ഒരു വർഷം മൊത്തം ഇരുന്ന് പഠിച്ചു കഴിഞ്ഞാലും നമുക്ക് 2025 വരെയാണിത്. അപ്പൊ ഈ ഒരു കോഴ്സ് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഈ ഒരു വർഷം കൊണ്ട് തന്നെ നമുക്ക് മെയിൻ ആയിട്ടുള്ള ടോപ്പിക്സ് എല്ലാം തന്നെ നമുക്ക് കവർ ചെയ്ത് പിന്നെ പ്രാക്ടീസ് എന്നുള്ളൊരു ലെവലിലേക്ക് വരണം. ഏത് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ കാണിച്ചാലും ഓക്കെ, ഇവരുടെ ക്വസ്റ്റ്യൻ കാണിച്ചാലും ഇത് നമുക്ക് ചെയ്യണം, മറ്റേ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്താൽ നമുക്ക് കിട്ടണം. അപ്പൊ നമുക്ക് ഫുൾ മാർക്സ് കിട്ടുന്ന രീതിയിലോട്ട് ഇംഗ്ലീഷ് മാറണം. അപ്പൊ ഇതിനകത്ത് നിങ്ങൾ എന്തൊക്കെ നോക്കണം, ഈ ഗ്രാമർ പോർഷനകത്ത് എന്തൊക്കെ നോക്കണം? ആദ്യം തന്നെ പാർട്സ് ഓഫ് സ്പീച്ച് പഠിക്കണം. ഓക്കെ, പാർട്സ് ഓഫ് സ്പീച്ച് പലയിടത്ത് നിങ്ങൾ കാണുന്നതാണല്ലോ ഈ പാർട്സ് ഓഫ് സ്പീച്ച് എന്ന് പറയുന്നത്. പാർട്സ് ഓഫ് സ്പീച്ച് 8 പേരുണ്ട്. ആ 8 പേര് നൗൺ, പിന്നെ പ്രോനൗൺ, പിന്നെ അഡ്ജക്റ്റീവ്, ദെൻ വേർബ്. ചിലർക്കൊക്കെ ഇത് കേൾക്കുമ്പോൾ പേടി സ്വപ്നമായിരിക്കും. പിന്നെ അഡ്വേർബ്, പിന്നെ പ്രിപ്പോസിഷൻ, കൺജങ്ഷൻ, പിന്നെ ഇന്റർജങ്ഷൻ,
ഇങ്ങനെ 8 പേര് കണ്ടോ. ഈ 8 പേരെയാണ് നമ്മൾ പഠിക്കാനുള്ളത്. ആദ്യം ഫസ്റ്റ് ഇനിഷ്യലി നമ്മൾ ഈ 8 പേരെ നമ്മൾ പഠിക്കണം. ഓക്കെ, അപ്പോ പിന്നെ ഇവരെ കണ്ടാൽ തിരിച്ചറിയണം. പലർക്കും വലിയൊരു ടഫായിട്ടുള്ള ഒരു ടാസ്ക് ആണ്. നൗൺ എന്താണാവോ, നൗൺ എങ്ങനെ കണ്ടുപിടിക്കാം, ആർട്ടിക്കിൾ എന്താണാവോ, അല്ലെങ്കിൽ അഡ്ജക്റ്റീവ്, ഇതൊക്കെ എങ്ങനെ കണ്ടുപിടിക്കാം, അതൊക്കെ നമ്മൾ ഓരോ ക്ലാസ് ആയിട്ട് ബേസിക്സ് എല്ലാം നമ്മൾ കവർ ചെയ്യും. ഓരോന്നായിട്ട് കവർ ചെയ്യും. അതാ ഞാൻ പറഞ്ഞു, ഇന്ന് ജസ്റ്റ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഇന്നതൊക്കെയാണ് നമ്മൾ ജസ്റ്റ് ഒരു ഗൈഡൻസ് പോലെയാണ് ഇന്നത്തെ സെഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് പാർട്സ് ഓഫ് സ്പീച്ച്. നമ്മൾ വളരെ വൃത്തിക്ക് ഈ പറയുന്ന പാർട്സ് ഓഫ് സ്പീച്ച് പഠിച്ചിരിക്കണം. രണ്ടാമതായിട്ട് പഠിക്കേണ്ട സാധനം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സാധനമാണ് സബ്ജക്ട് വേർബ് എഗ്രിമെന്റ് എന്ന് പറയും. ഓക്കെ, സബ്ജക്ട് വേർബ് എഗ്രിമെന്റ്, അതായത് സബ്ജക്റ്റും വേർബും തമ്മിലുള്ള റിലേഷൻ എന്താണെന്ന് നമുക്ക് അറിഞ്ഞിരിക്കണം. ഇതിന്റെ പല ടെക്സ്റ്റുകളും അല്ലെങ്കിൽ പലയിടത്തും നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പം കോൺകോഡ് എന്ന് കാണാം, സെയിം സാധനം തന്നെയാണ്. അപ്പൊ സബ്ജക്റ്റ് ആരാ, വേർബ് ആരാ, ഇവർ തമ്മിൽ എന്താണ് റിലേഷൻ, അത് അറിഞ്ഞാൽ തന്നെ സത്യം പറയട്ടെ നമ്മൾക്ക് പകുതി ഇംഗ്ലീഷ് നമുക്ക് മനസ്സിലാവും. ഓക്കെ, സബ്ജക്റ്റും വേർബും തമ്മിലുള്ള ബന്ധം അറിഞ്ഞു കഴിഞ്ഞാൽ തന്നെ പകുതി ഇംഗ്ലീഷ് ഓക്കെയാണ്, ഡീലാണ്, ഒരു പ്രശ്നവും ഇല്ല. അപ്പൊ ആ സബ്ജക്ട് വേർബ് തമ്മിലുള്ള റിലേഷൻ എന്താണെന്ന് അറിയണം. പിന്നെ അടുത്തത് ടെൻസ് പഠിക്കണം. ടെൻസ് അതാണ് രണ്ടാമത് അറിഞ്ഞിരിക്കേണ്ട കാര്യം. ഈ സബ്ജക്ട് വേർബ് എഗ്രിമെന്റ് അറിയുന്നതിന്റെ കൂടെ തന്നെ ടെൻസസ്, അതായത് ഇന്നലെ നടന്നതാണോ, ഇന്ന് നടന്നതാണോ, നാളെ നടക്കുന്നതാണോ, ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നതാണോ, ഇങ്ങനെ പലതും നമുക്ക് അറിയാനുണ്ട്. അപ്പൊ ടെൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പലരും ബൈഹാർട്ട് ഒക്കെ പഠിച്ചിട്ടുള്ള ഏരിയാസ് ആണ്, പക്ഷെ അതൊക്കെ ഭയങ്കര സിമ്പിൾ ആയിട്ട് നമുക്ക് പഠിച്ചെടുക്കാന്നേ ഉള്ളൂ, പേടിക്കാനൊന്നുമില്ല. അങ്ങനെ ടെൻസസ് നമുക്ക് കാണാനുണ്ട്. പല ടെൻസസ് ഒക്കെ ഉണ്ട്, അതിലോട്ടൊക്കെ ഒന്നും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇപ്പൊ പോകുന്നില്ല. ടെൻസസ് അറിഞ്ഞിരിക്കുക. പിന്നെ അടുത്തത് നമുക്ക് കാണാനുള്ളത് ക്വസ്റ്റ്യൻ ടാഗ്. ഇപ്പൊ ഞാൻ പറയാണേ, മഴ പെയ്യുന്നുണ്ട്, ഉണ്ടല്ലോ അല്ലേ, അപ്പൊ ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ട് അത് അങ്ങനെ തന്നെ അല്ലേ എന്ന് ഞാൻ ചോദിക്കുക, അതാണ് ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറയുന്നത്. എല്ലാവർക്കും കേൾക്കാലോ, കേൾക്കാലോ അല്ലേ. അപ്പൊ ഒരു കാര്യം ഞാൻ പറഞ്ഞു, കേൾക്കാം, എന്നിട്ട് പറയാം കേൾക്കാലോ അല്ലേ. അപ്പൊ ഒരു കാര്യം പറഞ്ഞിട്ട് അത് അങ്ങനെ തന്നെ അല്ലേ, അല്ലെങ്കിൽ ഈ ടോപ്പിക്ക് ഇത് ഞാൻ പഠിപ്പിച്ചു, മനസ്സിലായിട്ടുണ്ടല്ലോ അല്ലേ. അപ്പൊ ഒരു കാര്യം പറഞ്ഞിട്ട് അത് അങ്ങനെ തന്നെ അല്ലേ എന്ന് എടുത്തു ചോദിക്കുന്നതാണ് ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറയുന്നത്. അപ്പൊ ഒരു കുഞ്ഞു ക്വസ്റ്റ്യൻ അത്. അപ്പൊ അത് അറിഞ്ഞിരിക്കണം. പിന്നെ നമുക്ക് പഠിക്കാനുള്ളത്, അതിപ്പം ഏതാണെങ്കിലും ഏത് ലെവൽ ഓഫ് ടൈപ്പിസ്റ്റ് ആണെങ്കിലും നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ഈ പറയുന്നത് കേട്ടോ. അത് ഇച്ചിരി കേറിപ്പോയല്ലേ, കേറിപ്പോയതിനെ ഞാൻ ഒന്ന് റബ്ബ് ചെയ്ത് തരട്ടെ. താഴോട്ട് എഴുതാം, അപ്പോഴേ കാണാൻ പറ്റും. ഇപ്പൊ കാണാമല്ലോ. യെസ്. അപ്പോ അടുത്തത് നമുക്ക് ക്വസ്റ്റ്യൻ ടാഗ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഉള്ള ഒരു ഇമ്പോർട്ടൻറ്റ് സാധനമാണ് നമ്മുടെ ആക്റ്റീവ് വോയിസ്, പാസീവ് വോയിസ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആക്റ്റീവ് വോയിസ്, പാസീവ് വോയിസ് അത് അറിഞ്ഞിരിക്കണം. അത് രണ്ട് രീതിയിലുള്ള കൺവേർഷൻ ചോദിക്കാം. ആക്റ്റീവ് എന്ന് പാസീവോ, പാസീവിൽ നിന്ന് ആക്റ്റീവോ, എങ്ങനെ വേണേലും ചോദിക്കാം. പിന്നെ ഒരു സാധനം കൂടെ ബാക്കി കിടപ്പുണ്ട്, അതാണ് നമ്മുടെ സ്പീച്ച്, ഡയറക്റ്റ് ഇൻഡയറക്റ്റ് സ്പീച്ച് അല്ലെങ്കിൽ റിപ്പോർട്ടഡ് സ്പീച്ച്. ഓക്കെ, അപ്പൊ ബാക്കി അവിടെ ഇവിടെയൊക്കെ എല്ലാം അതിൻ്റെ കൂടെ മിക്സ് ആയിട്ടൊക്കെ വരുന്നുണ്ട്. അപ്പൊ ഇത്രയും സാധനം പഠിച്ചാൽ മതിയോ? ഇത്രയും പഠിച്ചാൽ മതി. ഇതിനെ ബേസ് ചെയ്തിട്ടാണ് പിന്നെ കുഞ്ഞു കാര്യങ്ങൾ. അപ്പൊ ഇതിന്റെ കോൺസെപ്റ്റ് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ മനസ്സിലായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിനെ റിലേറ്റ് ചെയ്ത് ഏത് കുഞ്ഞു ക്വസ്റ്റ്യൻസ് വേണമെങ്കിലും നമുക്ക് സോൾവ് ചെയ്യാം. അപ്പൊ ഇത്രയുമാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പൊ ഇതിന് നമുക്കൊരു ക്ലാരിറ്റി ഉണ്ട്. ഇപ്പൊ അത് ഏതിന്റെ സിലബസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാലും, നമ്മുടെ നമ്മുടെ LDയുടെ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും, ഏതിന്റെ ക്ലർക്ക് ടൈപ്പിസ്റ്റ് ഏത് എടുത്ത് നോക്കിക്കഴിഞ്ഞാലും, നമ്മൾ ഏതിന്റെ നമ്മുടെ കോമൺ ആണെങ്കിലും ഏതിന്റെ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും നമുക്ക് കൃത്യമായിട്ട് നമുക്ക് പറയാൻ പറ്റും, ഓക്കെ ഇത്രയും ഏരിയ ആണ്, ഈ ഏരിയ ആണ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നോക്കിയാൽ ബാക്കി അതിൽ നിന്ന് ഡിറൈവ് ചെയ്ത് പോന്നിരിക്കുന്നതാണ് ബാക്കി എല്ലാം. ഇത്രയും കോൺസെപ്റ്റ് നിങ്ങൾ ബൈഹാർട്ട് പഠിക്കാതെ മനസ്സിലാക്കിയത് ഞാൻ ക്ലാസ്സസ് എടുക്കുന്ന സമയത്ത് അത് കോൺസെപ്റ്റ് പ്രോപ്പർ ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കുക. അപ്പൊ ഇത്രയും പഠിച്ചാൽ നോക്കുമ്പോഴത്തേക്ക് എത്ര ടോപ്പിക് ഉണ്ട്? 5 1 6. ഈ 6-നകത്ത് 8 പാർട്സ് ഓഫ് സ്പീച്ച് ഉണ്ട്. ഓക്കെ, അത് സാരമില്ല. ഇത്രയും കാര്യങ്ങളാണ് ഗ്രാമറിനകത്ത് പഠിക്കാനുള്ളത്.
അപ്പൊ ഗ്രാമർ കഴിഞ്ഞേ, ഗ്രാമറിന്റെ കാര്യത്തിൽ ഒരു ഏകദേശം ഒരു ഐഡിയ കിട്ടി. അവിടെ നിൽക്കട്ടെ. അടുത്ത പഠിക്കാനുള്ളത് വൊക്കാബ്സ്. വൊക്കാബ്സ് ഇങ്ങനെ മല പോലെ കിടക്കുകയാണ് വൊക്കാബ്സ് എന്ന് പറയുന്നത്. വൊക്കാബ്സ് എന്തൊക്കെ, എവിടെ എന്തൊക്കെ നോക്കാം. വൊക്കാബ്സിനകത്ത് പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ സ്പെല്ലിംഗ് അറിഞ്ഞിരിക്കണം. ഓക്കെ, സ്പെല്ലിംഗ്. അപ്പോൾ എന്ന് തൊട്ട് നമ്മൾ ഈ സ്പെല്ലിംഗ് പഠിച്ചു തുടങ്ങാം. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ നിങ്ങളുടെ അടുത്ത് ബുക്ക് മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് പറഞ്ഞല്ലോ. ആദ്യം തന്നെ പോയി ബുക്ക് മേടിച്ചിട്ട് ഈ സിലബസ് അങ്ങോട്ടേക്ക് പേസ്റ്റ് ചെയ്ത് വെക്കുക. അല്ലെങ്കിൽ സിലബസ് ഇനിയിപ്പോ പ്രിന്റ് ഔട്ട് എടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഞാൻ ഈ പറയുന്ന രീതിയിൽ നോട്ട് ചെയ്ത് വെച്ചാലും മതി. ഇത്രയെങ്കിലും, അത് ഇത്ര ഏരിയസ് നമുക്ക് കവർ ചെയ്യണം എന്നറിയില്ല, ഇങ്ങനെ എഴുതി വെച്ചാലും മതി. ആ ഫ്രണ്ട് ആദ്യത്തെ 2 പേജസിൽ അത്രയും നമുക്ക് അപ്പൊ കവർ ചെയ്യാലോ. അങ്ങനെ നോക്കിയാലും മതി. അപ്പൊ സ്പെല്ലിംഗ് ഒക്കെ എവിടെ നിന്ന് നമ്മൾ തുടങ്ങണം. അപ്പൊ ഞാൻ ഇതിന്റെ ഓരോന്നിന്റെയും ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ക്ലാസ്സസ് ഞാൻ എടുക്കാം. അപ്പൊ ഞാൻ പറയാം സ്പെല്ലിംഗ് എങ്ങനെ പഠിക്കണം, എവിടെ നിന്ന് നോക്കി തുടങ്ങണം. അതായത് ചിലപ്പോൾ ഒരു ബുക്ക് നിങ്ങൾ മേടിച്ചിട്ടുണ്ടെങ്കിൽ ആ ബുക്കിൽ കുറച്ച് സ്പെല്ലിംഗേ കാണുള്ളൂ. അല്ലെങ്കിൽ ഞാൻ ക്ലാസ്സിൽ എടുക്കുമ്പോഴത്തേക്കും ഞാൻ ഇപ്പൊ ഒരു 100 സ്പെല്ലിംഗ് എടുത്ത് ഓർത്തോ, നമ്മുടെ ഭാഗ്യക്കേടിന് ചിലപ്പോൾ 101ാമത്തെ സ്പെല്ലിംഗ് ആയിരിക്കും ചിലപ്പം എക്സാമിന് വരുന്നത്. മനസ്സിലായി? അപ്പൊ ഞാൻ പറയുന്ന കൂടാണ്ട് നിങ്ങൾക്ക് ഞാൻ പറയാം എങ്ങനെ അത് ഓരോന്നും വൊക്കാബ്സ് ചെയ്ത് തുടങ്ങണം, പ്രാക്ടീസ് ചെയ്ത് തുടങ്ങണം. ഇപ്പൊ ഗ്രാമർ ആണെങ്കിൽ നമുക്കൊരു ഐഡിയ ഉണ്ട്, ഇത്രയും കവർ ചെയ്താൽ മതി, ഇത്ര ഏരിയസ് ഇതിനകത്തുനിന്നേ വരത്തുള്ളൂ. പിന്നെ കുറച്ച് റൂൾസും കൂടെ അത്യാവശ്യം കുറച്ച് ബേസിക് റൂൾസ് അറിഞ്ഞിരുന്നാൽ നമുക്ക് സെറ്റാണ് ഗ്രാമർ. പക്ഷെ വൊക്കാബ്സിന് നമുക്ക് ഒരു ഗ്യാരണ്ടി ഇല്ല, ഇത്രയും പഠിച്ചാൽ മതി എന്നതിന് ഒരു ഗ്യാരണ്ടി ഇല്ല. അപ്പൊ എന്താണ്, സ്പെല്ലിംഗ് പഠിച്ചിരിക്കണം. കാണിക്കാം നമുക്ക് ഓരോന്നായിട്ട്. നമുക്ക് അറിയത്തില്ലാത്ത സ്പെല്ലിംഗ് ഉണ്ടല്ലോ, നമ്മൾ ഓരോ പുതിയ വേർഡ് നമ്മൾ കാണുകയോ അല്ലെങ്കിൽ എവിടെയെങ്കിലും വായിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, അതിന്റെ സ്പെല്ലിംഗ് അറിയത്തില്ല, അത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അതിനാണ് ഞാൻ പറഞ്ഞത് 200 പേജസിന്റെ ബുക്ക് മസ്റ്റ് ആയിട്ട് വേണം. ഗ്രാമർ ഒരു സൈഡ്, വൊക്കാബ് മറ്റേ സൈഡ്. അപ്പൊ സ്പെല്ലിംഗ് അറിഞ്ഞിരിക്കുക. രണ്ടാമതായിട്ട് സിനോണിം. സിനോണിം എന്ന് പറഞ്ഞാൽ മീനിങ്. ഒരു വേർഡ് വന്നിട്ട് അതിന് സിമിലർ ആയിട്ടുള്ള മറ്റൊരു വേർഡിന്റെ മീനിങ്. പിന്നെ ആന്റണിം. ആന്റണിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ്. ഓക്കെ, ഇപ്പൊ ഞാൻ ചുമ്മാ ഒരു എക്സാമ്പിൾ പറയാവേ. ഞാൻ വൊക്കാബ്സിലോട്ടൊന്നും കൂടുതൽ പോകുന്നില്ല, അതൊക്കെ നമുക്ക് ഓരോന്നും സെക്ഷൻ ബൈ സെക്ഷൻ പോകാം. എന്നാലും ഞാൻ ചുമ്മാ ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പൊ തൃഫ്തി. തൃഫ്തി ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ തന്നു. ഈ തൃഫ്തിയുടെ മീനിങ് എത്ര പേർക്ക്, അയ്യോ മുകളിലോട്ട് പോയല്ലേ, ഞാൻ താഴോട്ട് അതിനൊന്ന് താഴോട്ട് ഇറക്കട്ടെ, നല്ല കാണാൻ പറ്റും. തൃഫ്തി, ഈ വേർഡിന്റെ മീനിങ് ഒന്ന് ഗസ് ചെയ്ത് എത്ര പേർക്ക് അറിയാം? അറിയാവുന്നവര് ജസ്റ്റ് ഒന്ന് പറയാവോ? ഓക്കെ, എല്ലാരെയും കൊണ്ടോ. എന്നാ പെയിന്റ് ചെയ്യാനുള്ള ഇത് കൊണ്ടുപോവാ. വേണം, പെയിന്റ് ചെയ്യാനുള്ള കൊണ്ടുപോവാ. പെയിന്റ് ചെയ്യാനുള്ള കൊണ്ടുപോവാ. അമ്മയ്ക്ക് ഒരു 20 മിനിറ്റ്സ് കൂടെ കഴിയുമ്പോ ഫിനിഷ് ആവും. പെയിന്റ് ചെയ്യാനുള്ള കൊണ്ടുപോവാ. ഗോ ആൻഡ് ടേക്ക്. ഓക്കെ, അറിയാവുന്നവര് ചുമ്മാ, ഇപ്പം അറിയത്തില്ലാത്തവര് കുഴപ്പമില്ല, അറിയാവുന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഡെയിലി വർക്ക്ഔട്ട് ചെയ്യാൻ വൊക്കാബ്സ് തരുമോ? അത് ഇപ്പോഴല്ല, ഞാൻ ടാസ്കുകൾ ഞാൻ പറയാം. വാട്സാപ്പ് ഗ്രൂപ്പിൽ 5 എണ്ണം വെച്ച് തന്നാല് അത് ഞാൻ പറയാം എങ്ങനെയാണെന്ന് ഞാൻ പറയാവേ ആ സംഭവം. അനസ് പറയുന്നുണ്ട് പൈസ കുറച്ച് ചെലവാക്കുന്ന ആള്. ഷഹനാസ് പറയുന്നുണ്ട് റിലേറ്റഡ് ടു മണി ആന്ന് പറയുന്നുണ്ട്. ആനന്ദ് പറയുന്നുണ്ട് അതിയായ ആഗ്രഹം. ക്രിസ്റ്റീന പറയുന്നുണ്ട് പിശുക്കൻ എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ശരി. അപ്പൊ തൃഫ്തി. അപ്പൊ ഞാനിപ്പോ നിങ്ങളുടെ അടുത്ത് തൃഫ്തി നാളെ വരുമ്പോഴത്തേക്കും തൃഫ്തിയുടെ മീനിങ് പഠിച്ചുകൊണ്ട് വരണം. അല്ലെങ്കിൽ ഞാനിപ്പോ പറയാണ് ഓക്കെ തൃഫ്തി എന്ന് പറഞ്ഞാൽ ഇതാണ്, തൃഫ്തി എന്ന് പറഞ്ഞാൽ ഇതാണ്, തൃഫ്തി എന്ന് പറഞ്ഞാൽ ഇതാണ് എന്ന് ഒരു മീനിങ് പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഓക്കെ തൃഫ്തി ഇതാണ്, ശരി. ചിലപ്പം അടുത്ത ആഴ്ച വരുമ്പോൾ ഞാൻ വീണ്ടും ചോദിക്കും എന്താണ് തൃഫ്തിയുടെ മീനിങ്. അപ്പൊ നിങ്ങൾ ഓക്കെ അതിന്റെ ആൻസർ പറയും. ഞാൻ എന്നിട്ട് പിന്നെ ഓണം എല്ലാം കഴിഞ്ഞിട്ട് വന്നിട്ട് ഞാൻ വീണ്ടും ചോദിക്കും എന്താ തൃഫ്തിയുടെ മീനിങ്. കുറച്ച് പേര് ചിലപ്പോൾ ഓർക്കുമായിരിക്കും, കുറച്ചുപേര് മിസ് ക്ലാസ്സിൽ പറഞ്ഞാൽ എന്താ അത് ഓർക്കുന്നില്ലല്ലോ അല്ലേ? അതെ സഫിയ, കറക്റ്റ് ആണ്. അപ്പൊ ചിലര് പറയും അയ്യോ മിസ് എന്തോ പറഞ്ഞായിരുന്നു കേട്ടോ, എന്നതാണോ ഒരു ഐഡിയയും കിട്ടുന്നില്ല. അങ്ങനെ അപ്പം നമ്മൾക്ക് നമ്മുടെ ഈ മെമ്മറി എന്ന് പറയുന്നുണ്ട്, നമ്മള് പ്രാക്ടീസ് ചെയ്യുന്തോറും നമ്മൾ അതിൽ പുലിയാവും. പക്ഷെ ഇംഗ്ലീഷിന് പ്രത്യേകിച്ച് നമ്മളിപ്പോ മാത്സ് ഒക്കെ ഇപ്പൊ A+B² നമ്മൾ എന്ന് പഠിച്ചതാ? എനിക്ക് തോന്നുന്നു 8ാം ക്ലാസ്സിലോ 10ാം ക്ലാസ്സിലോ അതോ 12ലോ, എനിക്ക് ഓർമ്മയില്ല. അപ്പം എന്നാലും നമുക്ക് അതിന്റെ ആൻസർ അറിയാലോ, A² + B² + 2AB എന്ന് അറിയാലോ, അത് നമ്മൾ മറക്കത്തില്ല അല്ലെ, അത് ഇങ്ങനെ രജിസ്റ്റർ ആയി കിടക്കുക. അതുപോലെ വൊക്കാബ്സ് നമ്മുടെ ഉള്ളിൽ രജിസ്റ്റർ ആയി കിടക്കണം. അപ്പൊ അതിന്
ഒരു ദിവസം നമ്മളിപ്പോ ഒരു വൊക്കാബേ പഠിച്ചിട്ടുള്ളോ? മതി. അത് പിന്നെ മറന്നു പോകരുത്. എന്തേലും കോഡ് വെച്ച് നിങ്ങൾ അത് റിലേറ്റ് ചെയ്ത് പഠിച്ചോണം. ഇനി അങ്ങനെ നമ്മളൊരു സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മൾ അങ്ങനെ കണ്ടുപിടിച്ച് കുറെ കഴിയുമ്പോഴത്തേക്ക് ഏത് വേർഡ് കിട്ടിയാലും നമ്മൾ തന്നെ അതിനകത്ത് കോഡ് കണ്ടുപിടിക്കാനായിട്ട് നോക്കും. അപ്പൊ ഇത് ഞാനൊരു എക്സാമ്പിൾ പറയാം. അതായത് ത്രിഫ്റ്റീനെ നിങ്ങൾ ഓർത്തിരിക്കാന് 350 എന്ന് ഓർക്കുക. ത്രിഫ്റ്റി 350 എന്നൊന്ന് സ്പീഡിൽ പറഞ്ഞാൽ 350 അല്ലെ? സ്പീഡിൽ പറയുമ്പോൾ ത്രിഫ്റ്റി. അപ്പൊ 350 ഓക്കെ, ത്രിഫ്റ്റി എന്ന് പറഞ്ഞല്ലോ. ഇനി ഒരു എക്സാമ്പിളും കൂടെ ഓർത്തിരിക്കാം. ഒരാൾക്ക് ഒരാഴ്ച ചെലവ് കഴിയാനായിട്ട് ഒരാഴ്ചത്തെ അയാളുടെ ചെലവ് എന്ന് പറയുന്നത് വെറും 350 രൂപയാണ്. ഏതോ ഒരാൾക്ക് ആ ആൾക്ക് ഒരാഴ്ചത്തെ ചെലവെന്ന് പറയുന്നത് 350 രൂപ. അതിനകത്ത് അയാളുടെ ഫുഡും എല്ലാം എന്തൊക്കെയാണോ അയാൾക്ക് ഒരാഴ്ചയിൽ 350 രൂപയുള്ള അയാൾക്ക് ചെലവ്. ഓക്കെ, അതായത് മാസം ഇപ്പൊ എത്രയാണ്? 1400 രൂപയ്ക്ക് അയാളുടെ എല്ലാ കാര്യങ്ങളും ഒരു മാസം കൊണ്ട് അങ്ങ് തീരും. 350 രൂപയുള്ള ഒരാഴ്ചയിൽ അയാളുടെ ചെലവെന്ന് പറയുന്നത്. അപ്പൊ അയാൾ എന്തുമാത്രം പിശുക്കനായിരിക്കും അല്ലെ? നമുക്ക് ഒരു ദിവസം 350 കൊണ്ട് നമുക്ക് തികയോ അല്ലെ? ഫുഡ്, നെറ്റ്, അത് ഇത് പല കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അല്ലെ? അപ്പൊ നമുക്ക് നമ്മളെ കൊണ്ട് പറ്റത്തില്ല. അപ്പൊ ഏതോ ഒരാള് ആ ആൾക്ക് ഒരാഴ്ചത്തെ ചെലവിന് 350 രൂപ മതി. അപ്പൊ അയാൾ എന്തൊരു പിശുക്കനാന്ന് ഓർത്ത് നോക്കിക്കേ അല്ലെ? പിശുക്കൻ. അപ്പൊ അയാള് പിശുക്കനാണ്. അപ്പൊ അതാണ് ത്രിഫ്റ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പിശുക്കന്റെ ഇംഗ്ലീഷിനെ നമ്മൾ മൈസർ എന്നാ പറയുന്നത്. ഓക്കെ, നിങ്ങൾ സ്റ്റോറി ബുക്സിലൊക്കെ ചിലപ്പോൾ ഇങ്ങനെ കണ്ടിട്ടുണ്ടാവും. വൺസ് അപ്പോൺ എ ടൈം ദർ വാസ് എ മൈസർ. അപ്പൊ മൈസർ എന്ന് പറഞ്ഞാൽ ആരാണ്? പിശുക്കൻ. അപ്പൊ പൈസ ഇങ്ങനെ പിശുക്കി ജീവിക്കുന്ന ഒരു ആള്. അതാണ് മൈസർ. ഓക്കെ, അപ്പോ പിശുക്കനാണ്. ഓക്കെ, അപ്പോ ത്രിഫ്റ്റി 350 വെച്ച് ഒരാഴ്ചത്തെ ചെലവ് മൊത്തം ചുരുക്കുന്നു. അപ്പൊ അയാൾ ഒരു മൈസറാണ്. ഇനി അതിന്റെ ഓപ്പോസിറ്റും കൂടെ നമുക്ക് നോക്കാം. ഓക്കെ, അതിന്റെ ഓപ്പോസിറ്റും കൂടെ നമുക്ക് നോക്കാം. അതിന്റെ ഓപ്പോസിറ്റ് കൂടെ നോക്കാലോ. ഈ പിശുക്കന്റെ ഓപ്പോസിറ്റും കൂടെ പഠിക്കാം. ഈ പിശുക്കന്റെ ഓപ്പോസിറ്റും കൂടെ ഞാൻ പറഞ്ഞുതരാം. അതായത് ആർക്കെങ്കിലും ഒന്ന് ഗസ് ചെയ്യാവും പിശുക്കന്റെ ഓപ്പോസിറ്റ്, അതായത് മൈസറിന്റെ ഓപ്പോസിറ്റ് ആരാണ്? അതെ, കറക്റ്റ് ആണ് സഫിയ. അതായത് സ്പെൻഡ് ത്രിഫ്റ്റ്. അതാണ് മൈസറിന്റെ ഓപ്പോസിറ്റ്. ആരാണ്? സ്പെൻഡ് ത്രിഫ്റ്റ് എന്ന് വെച്ചാൽ ഭയങ്കര ദൂർത്ത്, ധാരാളി. അതായത് സ്പെൻഡ് ചെയ്യാം. അയ്യോ, അവിടെ എഴുതുന്നത് കാണാൻ പറ്റില്ല അല്ലെ? സ്പെൻഡ് ത്രിഫ്റ്റ് എന്നാണ്. ഞാൻ സൈഡിലോട്ട് താഴോട്ട് അങ്ങ് എഴുതാം. മൈസറിന്റെ ഓപ്പോസിറ്റ് അല്ലെങ്കിൽ ത്രിഫ്റ്റിയുടെ ഓപ്പോസിറ്റ് സ്പെൻഡ് ത്രിഫ്റ്റ്. ത്രിഫ്റ്റി പിശുക്കൻ. അപ്പൊ അതിൽ നിന്ന് ത്രിഫ്റ്റ് വന്നു. സ്പെൻഡ് എന്ന് പറഞ്ഞാൽ ലാവിഷ് ആയിട്ട് അങ്ങ് സ്പെൻഡ് ചെയ്യാം. അപ്പൊ സ്പെൻഡ് ത്രിഫ്റ്റ് എന്ന് പറഞ്ഞാല് ലാവിഷ് ആയിട്ട് സ്പെൻഡ് ചെയ്യുന്ന ആള്. കണ്ടോ? അപ്പൊ നമ്മള് ത്രിഫ്റ്റി, മൈസർ ഓപ്പോസിറ്റും പഠിച്ചു. സ്പെൻഡ് ത്രിഫ്റ്റ്, ഭയങ്കരമായിട്ട് സ്പെൻഡ് ചെയ്യുന്ന ആളെന്ന് നമ്മൾ പഠിച്ചു. കണ്ടോ? അപ്പൊ ഇനി ഈ വേർഡ് ഒരിക്കലും മറക്കില്ല. അപ്പൊ നമുക്ക് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന 1-2 പേർക്ക് ഓക്കെ, ഇത് ഞാൻ ഈ കോഡ് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവരിത് മറക്കത്തില്ല. ഒരിക്കലും നിങ്ങൾ ഇനി ഇത് മറക്കത്തില്ല. മനസ്സിലായി? അതുകൊണ്ടാണ് നമ്മളിപ്പോ എനിക്ക് ഒറ്റ വൊക്കാബേ അറിയത്തുള്ളൂ. ആ വൊക്കാബ് എവിടെ ചോദിച്ചാലും ഞാൻ പറയും. അങ്ങനെ നമ്മൾ പതുക്കെ നമ്മുടെ വൊക്കാബ് ബിൽഡ് ചെയ്തുകൊണ്ട് വരണം. അല്ലാണ്ട് നമ്മൾ ബൈഹാർട്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് നാളത്തേക്ക് മാത്രമേ ചിലപ്പോൾ നമുക്ക് ഈ ബൈഹാർട്ടിങ് നടക്കുള്ളൂ. കുറച്ച് നാളത്തേക്ക് മാത്രമേ അത് നടക്കുള്ളൂ. എന്താണ്? ഓക്കെ, എല്ലാം ഡ്രോ ചെയ്തിട്ട് അമ്മ ലാസ്റ്റ് കാണിച്ചാൽ മതിയേ. ഓക്കെ. അപ്പൊ കുറച്ച് നാളത്തേക്ക് ബൈഹാർട്ടിങ് ഒക്കെ നടക്കും, വലിയ പ്രശ്നമൊന്നും ഇല്ലാണ്ട് പോകും. പക്ഷെ ലോങ് റണ്ണിലേക്ക് നമുക്കത് നടക്കത്തില്ല. അതുകൊണ്ടാണ് കുറച്ച് കാര്യങ്ങളാണെങ്കിലും നമ്മളത് മനസ്സിലാക്കി തന്നെ പോവുക എന്ന് പറയുന്നത്. കേട്ടോ? ഓക്കെ, അപ്പൊ ഈ ഒരു വൊക്കാബ് പഠിച്ചത് കണ്ടോ? അപ്പൊ ഇങ്ങനെ വേണം നമ്മൾ മനസ്സിലാക്കാൻ. ഞാൻ വേറൊരു എക്സാമ്പിൾ ഞാൻ പറയാം. ഓക്കെ, വേറൊരു എക്സാമ്പിൾ പറയാം. അപ്പൊ ഇതിന്റെ കൂടെ ഇനി സ്പെല്ലിംഗ് അറിയാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ സ്പെല്ലിംഗ് കൂടെ അങ്ങ് നോട്ട് ചെയ്തോണം. മനസ്സിലായോ? സ്പെല്ലിംഗ് അറിയത്തില്ല, അതൊരു സ്പെല്ലിംഗ് കൂടെ നോട്ട് ചെയ്യണം. അപ്പൊ ഒരു വെടിക്ക് 2 പക്ഷി. അടുത്ത ഒരെണ്ണമാണേ, ഒഡേഷ്യസ്. ആർക്കെങ്കിലും മീനിങ് അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് ഗസ് ചെയ്യാമോ? ഒഡേഷ്യസ്. സ്പെല്ലിംഗ് നോക്കിയോണേ. AUDACIOUS, ഒഡേഷ്യസ്.
അറിയാവുന്നവര് ഒന്ന് ഗസ് ചെയ്യാമോ? അറിയാവുന്നവര് ജസ്റ്റ് ഒന്ന് ഗസ് ചെയ്തോളൂ. അറിയത്തില്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല. ഇനി അഥവാ നിങ്ങളുടെ കയ്യിൽ നോട്ട്ബുക്ക് ഓൾറെഡി ഉണ്ടെങ്കിൽ ആ ബുക്കിന്റെ ബാക്കിൽ അങ്ങ് എഴുതി തുടങ്ങിക്കോ, വൊക്കാബ്സ് എന്ന് പറഞ്ഞിട്ട്. ഇപ്പൊ തന്നെ ഇതിന്റെ മീനിങ് എഴുതിക്കോ. ത്രിഫ്റ്റി, ഓർത്തിരിക്കാൻ കോഡും കൂടെ അവസാനം ത്രിഫ്റ്റി എന്ന് പറഞ്ഞിട്ട് 350 എന്നൊന്നും മീനിങ് എഴുതി വെച്ചേക്കല്ലേ. മിസ് ക്ലാസ്സിൽ 350 എന്ന് പറഞ്ഞല്ലോ, അപ്പൊ 350 350, അങ്ങനെയൊന്നും എഴുതി വെച്ചേക്കരുത് കേട്ടോ. അത് ഞാൻ കോഡാണ് പറഞ്ഞത്. ഒരാഴ്ചത്തേക്ക് 350 രൂപ, അപ്പൊ അയാൾ പിശുക്കൻ എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞതാണ് കേട്ടോ. അപ്പോ എന്തായിരിക്കാം അതിന്റെ ഒരു മീനിങ്? ഒഡീഷ്യസ്. ദീപിക കെയർലെസ് ആണോന്ന് ചോദിക്കുന്നുണ്ട്. അല്ല. പക്ഷെ ഇനി ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഗൂഗിളിൽ നോക്കിക്കഴിഞ്ഞാൽ മീനിങ് കിട്ടും അല്ലെ, അല്ലെങ്കിൽ ഫോണിൽ ഒരു ഓഫ്ലൈൻ ഡിക്ഷണറി ഉണ്ടെങ്കിൽ മീനിങ് കിട്ടും. എല്ലാവർക്കും ഇപ്പൊ മീനിങ് കിട്ടും അല്ലെ, വലിയ പാടൊന്നുമില്ല. പക്ഷെ ആ മീനിങ് കിട്ടുന്നതിൽ അല്ല, അത് നമ്മുടെ മനസ്സിൽ അത് അങ്ങ് രജിസ്റ്റർ ആയിട്ട് കിടക്കണം. ഓക്കെ, എന്നിട്ട് പറ്റുമെങ്കിൽ നമ്മൾ ഓരോ പുതിയ വാക്ക് പഠിക്കുന്ന സമയത്ത് അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള സെന്റൻസസ് നമുക്ക് തന്നെ വേണമെങ്കിൽ ഫ്രെയിം ചെയ്യാം. മനസ്സിലായോ? അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ വൊക്കാബ് കൗണ്ട് കൂടും. ഓക്കെ, അപ്പൊ വൊക്കാബ്സിന്റെ ക്ലാസ്സസ് എടുക്കുമ്പോൾ ഞാനത് പറഞ്ഞുതരാം. അപ്പൊ ആ ആഴ്ചയിലൊക്കെ ഞാൻ ഇങ്ങനെ ടാസ്ക് തരാം. യെസ്, കറക്റ്റ് ആണ് രേഷ്മ. ഒഡീഷ്യസിന്റെ മീനിങ് വളരെ ബോൾഡ് ആയിട്ടുള്ള എന്നാണ്. ബോൾഡ്, ഒഡീഷ്യസ് എന്ന് പറഞ്ഞാല് വളരെ ബോൾഡ് ആയിട്ട്, വളരെ ബ്രേവ് ആയിട്ടുള്ള ഒരാള്, ഫിയർലെസ്, ഒരു പേടി ഒന്നും ഇല്ലാത്ത ഒരു ആളാണ്. അല്ലെങ്കിൽ അത് എങ്ങനെയാ വന്നതെന്ന് ആദ്യം ഞാൻ പറയാം. അതായത് ബ്രേവ് എന്നുള്ളത് പോയല്ലേ, ബ്രേവ് താഴോട്ട് എഴുതാം. അപ്പൊ വളരെ ബോൾഡ് ആയിട്ട് അല്ലെങ്കിൽ ബ്രേവ് ആയിട്ടുള്ള ഒരാളെയാണ് നമ്മൾ ഒഡീഷ്യസ് എന്ന് പറയുന്നത്. അത് നമുക്ക് എങ്ങനെ ഓർത്തിരിക്കാം? അത് ഓർത്തിരിക്കാനായിട്ട് ഇങ്ങനെ ആലോചിച്ചാൽ മതി. നമ്മുടെ ഒരു പ്രീമിയം കാർ ഉണ്ടല്ലോ, ഒരു ലക്ഷറി കാർ ഓഡി എന്ന് നമ്മൾ വിളിക്കും, പക്ഷെ ശരിക്കും അത് ഔഡിയാണ്. ഓക്കെ, നമ്മൾ ശരിക്കും പറഞ്ഞാൽ അതിനെ ഓഡി എന്നാണ് നമ്മൾ വിളിക്കുന്നത്. പക്ഷെ പ്രീമിയം കാറാണ്. ഈ പറഞ്ഞ BM, ബെൻസ്, അതേപോലെ അതിന്റെ അതേ ലക്ഷറി കാറ്റഗറിയിൽ നിൽക്കുന്നതാണ്. ഓഡി അല്ല, ശരിക്കും അത് ഔഡിയാണ്. ഇങ്ങനെ 4 എന്റെ വര ഇച്ചിരി പോക്കാണ്, എന്നാലും 4 സർക്കിൾസ് ഉള്ള ഔഡി ഇല്ലേ, അത് ശരിക്കും പറഞ്ഞാൽ ഔഡിയാ. അപ്പൊ ഒരു ഔഡി എടുക്കണമെങ്കിൽ അത്യാവശ്യം റിസ്ക് വേണം. മനസ്സിലായോ? ഔഡി മാത്രമല്ല, ഏതൊരു പ്രീമിയം സെക്ടറിൽ ഒരു കാറ് ഇപ്പൊ അംബാനിക്ക് എടുക്കുന്നത് റിസ്ക് അല്ല, അംബാനിയെ അല്ല. അതല്ലാണ്ട് ഒരു എന്താ പറയാ, ഇപ്പൊ ഒരു മിഡിൽ ക്ലാസ്സിൽ ഉള്ള ഒരാള്, ആ ആള് പഠിച്ച് നല്ലൊരു ജോലി കിട്ടി, അയാളുടെ വലിയൊരു ഡ്രീമാണ് ഒരു ലക്ഷറി കാർ. അപ്പൊ അയാൾ ഒരു ഔഡി എടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാല് അയാൾ നല്ല ധൈര്യം ഉള്ള ഒരാളാണ്. അതുകൊണ്ടാണ് ഓക്കെ, ഇതിന് എത്ര EMI ആണെങ്കിലും ഞാൻ അതിനെ അടച്ചിരിക്കും. അപ്പൊ ഇച്ചിരിയെങ്കിലും ധൈര്യമുള്ള ഒരാൾക്ക് മാത്രമേ ഈ പ്രീമിയം സെക്ടറിൽ കൈവെക്കാൻ പറ്റുള്ളൂ. കാരണം മാസം ഇത്ര അതിന് അടയ്ക്കണം. അത് മാത്രമല്ല, അതിന്റെ മെയിൻ്റനൻസ് കോസ്റ്റ് ഇതെല്ലാം ഭയങ്കര കൂടുതലാണ്. അപ്പൊ ഔഡി കൈവെക്കുന്ന അയാള് ഭയങ്കര ധൈര്യശാലി ആയിരിക്കണം. ഓക്കെ, അപ്പം ഔഡി, അപ്പൊ നമ്മൾ ഓഡി എന്ന് പറയുന്നു. ശരിക്കുള്ള പ്രൊനൗൺസിയേഷൻ ഔഡി എന്നാണ്. അപ്പൊ ഔഡി, ഓഡി, ഒഡീഷ്യസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ബോൾഡ് അല്ലെങ്കിൽ ബ്രേവ്. കണ്ടോ? അതുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് വേണമെങ്കിൽ ഒരു വേർഡും കൂടെ വേണമെങ്കിൽ പറയാം, വാലിയന്റ്. വാലിയന്റ് എന്ന് പറയുന്നത് ബോൾഡ് അല്ലെങ്കിൽ ബ്രേവ് എന്നാണ്. അതായത് വാലിയന്റ്, വാളെന്ന് ഓർത്താൽ മതി. വാളുള്ള ആള്, ചുമ്മാ സാധാരണക്കാരെങ്കിലും വാള് പിടിച്ചോണ്ട് നടക്കുവോ? അല്ല, ആ വാളുള്ള ആള് ഭയങ്കര ധൈര്യശാലി ആയിരിക്കും അല്ലെ. സോൾജിയർ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പണ്ടത്തെ കഥകളിലെല്ലാം കിങ്ങിന്റെ കൂടെ സോൾജിയർ കാണും അല്ലെ. ഈ സോൾജിയേഴ്സിന്റെ കയ്യിലൊക്കെ വാളുണ്ട്. അപ്പൊ അവർക്ക് നല്ല ധൈര്യം ഉള്ളതുകൊണ്ടാണ് അവർ ആ വാളും പിടിച്ചോണ്ട് നടക്കുന്നത് അല്ലെ. അപ്പൊ ബോൾഡ് ആണ്, വാളുള്ള ആള് വാലിയന്റ്. ഓക്കെ, അപ്പൊ കണ്ടോ, ഒരു വെടിക്ക് വീണ്ടും 2 പക്ഷികളെ നമുക്ക് കിട്ടി. അപ്പൊ അങ്ങനെ വളരെ ബോൾഡ്, ബ്രേവ്, അതാണ് വാള് പിടിച്ചിരിക്കുന്ന ആള് വാലിയന്റ്, ഒഡീഷ്യസ്. അപ്പൊ ഇങ്ങനെ വേണം പഠിക്കാൻ. അപ്പൊ ഇന്നത്തെ ഈ ഒരു സെഷനിൽ നമുക്ക് ചിലർക്ക് ചിലപ്പം അറിയാവുന്ന വേർഡ്സ് ആയിരിക്കും, 4 എണ്ണത്തിന്റെയും മീനിങ് നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും. ചിലർക്ക് പുതിയതായിരിക്കും കിട്ടിയത്, പുതിയ 4 വൊക്കാബ്സ് കിട്ടി. അത് എവിടെയെങ്കിലും നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. അപ്പൊ ഇങ്ങനെ, അപ്പൊ നമുക്ക് ഇതൊക്കെ പഠിക്കാനുണ്ട്. അപ്പൊ ഇതിന്റെ എല്ലാ സെഷൻസ്, ഓരോന്നിന്റെ ഓരോ സെഷൻസ് ആയിട്ട് ഞാൻ എടുക്കാം. നമുക്ക് സമയമുള്ളതുകൊണ്ട് ഒന്നും പേടിക്കാനില്ല. അപ്പൊ സിനോണിം, ആന്റണിം ഉണ്ട്, സ്പെല്ലിംഗ് ഉണ്ട്, പിന്നെ വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ നമുക്ക് വേണം. അതായത് ഒരു സെന്റൻസ് തന്നിട്ട് അതിന് ഒറ്റ വാക്കിൽ നമ്മൾ പറയണം. ഇപ്പൊ നമ്മൾ പറയണം എന്താ, ഡോക്ടർ ഹു ലുക്സ് ആഫ്റ്റർ ചിൽഡ്രൻ. ഓക്കെ, അല്ലെങ്കിൽ ചിൽഡ്രൻസ് ഡോക്ടർ ഇസ് നോൺ ആസ് ആരാണ്? പീഡിയാട്രീഷ്യൻ അല്ലെ, പീഡിയാട്രീഷ്യൻ ആണ്.
അപ്പൊ അങ്ങനെ ഒരു സെന്റൻസ് വന്നിട്ട് അതിന് പകരം നമ്മൾ ഒരു സിംഗിൾ വേർഡിൽ നമ്മൾ ഒതുക്കണം. അതാണ് വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ. പിന്നെ അടുത്ത ആളാണ് നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരാളാണ് ഇഡിയംസ് ആൻഡ് ഫ്രേസസ്. ഓക്കെ, ഇഡിയംസ് ആൻഡ് ഫ്രേസസ് പഴഞ്ചൊല്ലുകളല്ല, ഇങ്ങനത്തെ സെയിങ്സ് ഉണ്ട്, ഇങ്ങനത്തെ പറച്ചിലുകളും ഉണ്ട്. ഇഡിയംസ് ആൻഡ് ഫ്രേസസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇങ്ങനത്തെ പറച്ചിലുകളുണ്ട്. അപ്പം അത് കാലാകാലങ്ങളായിട്ട് വർഷങ്ങളായിട്ട് ഇങ്ങനെ പറഞ്ഞു വന്നു പോകുന്നതാണ്. അപ്പൊ അതിനൊരു പെർട്ടിക്കുലർ മീനിങ് ഉണ്ട്. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഓപ്പോസിറ്റ് എന്താണ് ഒഡീഷ്യസിന്റെ? ഒഡീഷ്യസിന്റെ ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാല് ഇത് ബ്രേവ് ബോൾഡ് അല്ലേ? അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് എന്താ? ഭയങ്കര പേടി, ഭീരു, ടിമിഡ് എന്നാണ്. ടിമിഡ് എന്നാണ് അതിന്റെ ഓപ്പോസിറ്റ് എന്ന് പറയുന്നത്. ടിമിഡ് എന്നാണ്. ഓക്കെ, ഭയങ്കര പേടി എന്നുള്ളതാണ് ടിമിഡ്. ഓപ്പോസിറ്റ് ഭീരു, അതാണ് ഓപ്പോസിറ്റ് ടിമിഡ്. ഓക്കെ, ഭീരു, പേടിത്തൊണ്ടൻ എന്നൊക്കെയാണ്. മറ്റേ ഭയങ്കര ബോൾഡ് ആണല്ലോ. ഓക്കെ, യെസ്. ഇഡിയംസും നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതായത് കുറെ ഇഡിയംസ് ഉണ്ട് കേട്ടോ, കുറെ ഇഡിയംസ് ഉണ്ട്. ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ, അതെ, ആഷ്ലി സ്പിൽ ദ ബീൻസ് എന്ന് പറഞ്ഞു. നമുക്ക് ഇഷ്ടം പോലെ ഇഡിയംസ് ഉണ്ട്. പക്ഷെ ഓരോന്നിനും ഓരോ മീനിങ് ഉണ്ട്. അത് ചുമ്മാ വന്നതല്ല, അതിന്റെ പുറകിൽ ഒരു കഥയുണ്ട്. അപ്പൊ കഥ കേൾക്കാൻ ഇഷ്ടമുള്ളവർക്ക് ഈ പറയുന്ന കഥയോടുകൂടി അത് റിലേറ്റ് ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ ഒരിക്കലും മറക്കത്തില്ല. അപ്പൊ ഞാനൊരു എക്സാമ്പിൾ പറയാം. വെൻ പിഗ്സ് ഫ്ലൈ. വെൻ പിഗ്സ് ഫ്ലൈ കേട്ടിട്ടുണ്ടോ? പിഗ്സ് ഫ്ലൈ ചെയ്യും. അപ്പൊ നിങ്ങൾ ആലോചിക്കും, പിഗ് എന്ന് പറഞ്ഞാല് പന്നി. ഓക്കെ, അപ്പോ ഈ പന്നി പറക്കുവോ? വെൻ പിഗ്സ് ഫ്ലൈ. നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ, അത് കാർട്ടൂൺ ഒക്കെ ആണെങ്കിൽ ആലോചിച്ച് നോക്കിയാൽ ആ കാർട്ടൂൺ പിഗിനെ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടത്തില്ലേ? കാർട്ടൂണിലൊക്കെ ആലോചിച്ച് നോക്കിക്കുക. അപ്പം വെൻ പിഗ്സ് ഫ്ലൈ, പിഗ്സ് ഫ്ലൈ ചെയ്യുക അല്ലെ? പിഗ് പറക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ എവിടെയെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അല്ലെ? അതാണ്, അങ്ങനെ ഒരു സംഭവം ഇല്ല. പിഗ്സ് ഫ്ലൈ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബേർഡ്സ് മാത്രമേ ഫ്ലൈ ചെയ്യത്തുള്ളൂ. അപ്പൊ പിഗ്സ് ഫ്ലൈ ചെയ്യുന്ന എത്ര ആലോചിച്ചാലും നിങ്ങൾക്ക് കിട്ടത്തില്ല. ബിക്കോസ് അത് അങ്ങനെ ഒരു കാര്യം നടക്കത്തില്ല, അല്ലെ? അപ്പൊ അങ്ങനത്തെ സംതിങ് വിച്ച് ഇസ് ഇമ്പോസിബിൾ, നടക്കാത്ത കാര്യത്തിനെയാണ് വെൻ പിഗ്സ് ഫ്ലൈ എന്ന് പറയുന്നത്. മനസ്സിലായി? അപ്പൊ നമ്മളിങ്ങനെ റിലേറ്റ് ചെയ്താൽ നമ്മൾ ഒരിക്കലും പിഗ്സ് ഫ്ലൈ ചെയ്യുന്ന നമ്മൾ കാണുന്നില്ല. സോ ദാറ്റ് ഇസ് സംതിങ് വിച്ച് ഇസ് നോട്ട് ഹാപ്പനിങ് ഇൻ റിയാലിറ്റി. അത് ഒരിക്കലും നടക്കില്ല, അങ്ങനെ നടക്കത്തേ ഇല്ല. ഇറ്റ് ഇസ് അൺലൈക്ലി ടു ഹാപ്പൻ. നടക്കത്തേ ഇല്ലാത്ത ഒരു കാര്യത്തിനാണ് വെൻ പിഗ്സ് ഫ്ലൈ എന്ന് പറയുന്നത്. അതേപോലെ ആഷ്ലി പറയുന്ന പോലെ സ്പിൽ ദ ബീൻസ്, അത് നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിരുന്ന ഒരെണ്ണമാണ്. എന്നിട്ട് അത് തന്നെ എക്സാമിന് ക്വസ്റ്റ്യൻ വരികയും ചെയ്തു. അപ്പൊ സ്പിൽ ദ ബീൻസ് എന്ന് പറഞ്ഞാല് ഒരു സീക്രറ്റ് പുറത്തു കൊണ്ടുവരാം, അല്ലെങ്കിൽ കള്ളത്തരം പുറത്തു കൊണ്ടുവരാം. ടു റിവീൽ എ സീക്രറ്റ് എന്നാണ് സ്പിൽ ദ ബീൻസ് എന്ന് പറയുന്നത്. ടു റിവീൽ എ സീക്രറ്റ്, ഒരു സീക്രറ്റ് പുറത്തു കൊണ്ടുവരിക, അല്ലെങ്കിൽ കള്ളത്തരം പുറത്താവുക, അതിനെയാണ് സ്പിൽ ദ ബീൻസ് എന്ന് പറയുന്നത്. അതിനൊക്കെ കഥകളുണ്ട്. കഥകളെല്ലാം നമുക്ക് പിന്നീട് നമ്മുടെ സെഷനിൽ കാണാം. എന്നാലും ഇത് പറഞ്ഞുകൊണ്ട് ഞാൻ ജസ്റ്റ് കഥ പറയുകയാണ്. അതായത് പണ്ടൊക്കെ വോട്ട് ചെയ്യാനായിട്ട്, പണ്ടത്തെ വോട്ടിംഗ്, തുടക്കത്തിലെ വോട്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇന്നത്തെ പോലെ നമ്മൾ ജസ്റ്റ് പോയി പ്രസ് ചെയ്താൽ പോരാ, കാൻഡിഡേറ്റ് നേരെ പ്രസ് ചെയ്താൽ പോരാ. അന്ന് ബീൻസ്, പല കളറിലുള്ള ബീൻസ് കൊടുക്കും. എന്നിട്ട് നമ്മുടെ കാൻഡിഡേറ്റിന് ഒരു പെർട്ടിക്കുലർ കളർ ആയിരിക്കും. അപ്പൊ ആ കാൻഡിഡേറ്റിനുള്ള ആ കളർ ബീൻസ് അത് നമ്മളൊരു ബോക്സിൽ ഇട്ടിട്ട് ബാക്കി ബീൻസ് വേറെ ബോക്സിൽ അങ്ങനെ ഇടേണ്ടത്. അപ്പൊ ഒരാൾ ഇങ്ങനെ വോട്ട് ചെയ്യാനായിട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും എന്ത് പറ്റി? അയാൾ ഒരാൾക്ക് വേണ്ടിയാ വോട്ട് ചെയ്തത്. അയാൾ ആ കളറിലുള്ള ബീൻസ് ഇട്ടു. ആരാണോ ആ കാൻഡിഡേറ്റ്, അയാളുടെ, അതായത് ഇപ്പത്തെ ചിഹ്നമില്ല, അതിന് പകരം ബീൻസ്, പല കളറിലുള്ള ബീൻസ് ആണ്. അപ്പൊ അയാള് ആ കാൻഡിഡേറ്റിനുള്ള ആ കളറിലുള്ള, ഇപ്പൊ ഗ്രീൻ ആണെങ്കിൽ ഗ്രീൻ ബീൻസ് അവിടെ ഇട്ടിട്ട് ബാക്കി ആളെ കൊണ്ടുവരുന്ന സമയത്ത് അതങ്ങ് അറിയാണ്ട് സ്പില്ലായി, അതായത് താഴെ വീണു. ആ താഴെ വീണപ്പോഴത്തേക്കും മറ്റൊരാൾക്ക് മനസ്സിലായല്ലോ, അപ്പൊ ഇല്ലാത്ത കളർ നോക്കി ഇയാൾ ഇന്ന ആൾക്കാണ് വോട്ട് ചെയ്യുന്നത് മനസ്സിലായോ? അപ്പൊ അത് സീക്രട്ട് ആയിട്ട് വെച്ചൊരു സാധനമാണ്, പുറത്തു വന്നു. കണ്ടോ? അങ്ങനെയാണ് സ്പിൽ ദ ബീൻസിന് ടു റിവീൽ എ സീക്രട്ട് എന്ന് വന്നത്. അതുമായിട്ട് റിലേറ്റ് ചെയ്ത ഒരു ഇതും കൂടെ ഞാൻ പറഞ്ഞുതരാം. സെയിം മീനിങ് തന്നെയാണ്. ടു ലെറ്റ് ദ ക്യാറ്റ് ഔട്ട് ഓഫ് ദ ബാഗ്, സെയിം മീനിങ് ആണ്. ടു ലെറ്റ് ദ ക്യാറ്റ് ഔട്ട് ഓഫ് ദ ബാഗ്, ടു ലെറ്റ് ദ ക്യാറ്റ് ഔട്ട് ഓഫ് ദ ബാഗ് എന്ന് പറയുന്നതും സെയിം മീനിങ് ആ. ടു റിവീൽ എ സീക്രട്ട് എന്നാ, രണ്ടിനും ഒരേ മീനിങ് ആണ്. ടു റിവീൽ എ സീക്രട്ട്, ടു ലെറ്റ് ദ ക്യാറ്റ് ഔട്ട് ഓഫ് ദ ബാഗ്. ബാഗ് ഇച്ചിരി പുറകിലായിപ്പോ അല്ലേ?
ടു ലെറ്റ് ദ ക്യാറ്റ് ഔട്ട് ഓഫ് ദ ബാഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാ കാണാലോ അല്ലെ. ടു ലെറ്റ് ദ ക്യാറ്റ് ഔട്ട് ഓഫ് ദ ബാഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഒരു സീക്രട്ട് പറയുക അല്ലെങ്കിൽ ഒരു സീക്രട്ട് പുറത്തു വരിക എന്നതാണ്. അപ്പൊ അതെങ്ങനെയാ വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, അതായത് ഞാനിപ്പം കൂടുതൽ കഥകളോട്ടൊന്നും പോകുന്നില്ല, അതൊക്കെ നമുക്ക് അതാത് സെഷനിൽ ഞാൻ പറയാം. അതെ ഹരിപ്രിയ, ടു ലെറ്റ് ദ ക്യാറ്റ് ഔട്ട് ഓഫ് ദ ബാഗ് എന്ന് പറയുന്നതും സെയിം തന്നെയാണ്, സെയിം മീനിങ് ആണ്. അതായത് പണ്ടൊക്കെ മാർക്കറ്റിൽ കൊണ്ടുപോയിട്ടാണല്ലോ ഈ ലേലം വിളിയും ഒക്കെ നടക്കുന്നത്. അപ്പോൾ ഒരാള് പന്നി കുഞ്ഞുങ്ങളെ വിൽക്കാനായിട്ട് മാർക്കറ്റിൽ വന്നു. അപ്പൊ അയാളുടെ സഞ്ചിയില് ഇത്ര പന്നി കുഞ്ഞുങ്ങളുണ്ട്, അയാൾ ഇതിന് ഇത്ര വിലയാന്ന് പറഞ്ഞ് അയാൾ ഇങ്ങനെ വിൽക്കുക. അതങ്ങനെ സ്ഥിരമായിട്ട് അങ്ങ് തുടർന്നു. ആ മാർക്കറ്റിൽ എന്നും ഇതുപോലെ തന്നെ, എന്നുമല്ല എപ്പോഴും മിക്കപ്പോഴും ഇതുപോലെ ഇങ്ങനെ ലേലം വിളികളും ഒക്കെ ഉണ്ട്, വിൽപ്പനയൊക്കെ ഉണ്ട്. ഒരു ദിവസം ഇയാൾ വന്നപ്പോ ഇയാളിങ്ങനെ പറഞ്ഞു, ഓക്കെ ഇത്ര എണ്ണത്തിന് ഇത്ര രൂപ എന്നൊക്കെ പറഞ്ഞു. പെട്ടെന്ന് ആ വിൽപ്പനയുടെ ഇടയില് ആ ബാഗിൽ നിന്ന് ഒരു പൂച്ചക്കുഞ്ഞ് എടുത്ത് ചാടി. ഓക്കെ, അപ്പോ ആളുകൾക്ക് മനസ്സിലായി, ഓഹോ അപ്പൊ കള്ളത്തരമാണ് അല്ലെ, പന്നിക്കുഞ്ഞുങ്ങളാന്നും പറഞ്ഞിട്ട് വിൽക്കുന്നത് പൂച്ചക്കുഞ്ഞാണ്. കാരണം അന്നൊക്കെ എന്ന് പറഞ്ഞാൽ കൊടുത്തു കഴിഞ്ഞാൽ അപ്പൊ തന്നെ അതുമായിട്ട് അങ്ങ് പോകും. പിന്നെ വീട്ടിൽ ചെന്ന് തുറന്നു നോക്കുമ്പോഴാണ് അയ്യോ പറ്റി എന്ന് മനസ്സിലാവുന്നത്. പിറ്റേ ദിവസം മാർക്കറ്റിൽ ചെന്ന് കഴിയുമ്പോൾ ആ ആൾ അവിടെ കാണില്ല, അയാൾ വേറെ എവിടെയെങ്കിലും പോകും. മനസ്സിലായി, അന്നത്തെ കാലത്തൊക്കെ അങ്ങനെയാണല്ലോ. അപ്പൊ ആ പൂച്ച പുറത്ത് ചാടി, ആ പൂച്ച കുഞ്ഞ് പുറത്ത് ചാടിയതുകൊണ്ട് കള്ളത്തരം പുറത്ത് വന്നു. മനസ്സിലായി. അപ്പൊ ക്യാറ്റ് ബാഗിന് പുറത്തോട്ട് ചാടിയപ്പോ കള്ളത്തരം പുറത്തു വന്നു, ബീൻസ് താഴോട്ട് വന്നപ്പോഴും സത്യം പുറത്തോട്ട് വന്നു. അപ്പൊ ആ മീനിങ് കണ്ടോ? ഇങ്ങനെ നമുക്ക് ഇടിയത്തിന് കഥകളുണ്ട്. ഇനി കഥ ഇല്ലെങ്കിൽ പോലും നമുക്ക് കുറെ കഴിയുമ്പോൾ നമുക്ക് കുറച്ചൊക്കെ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഈ കഥകൾ എത്രത്തോളം സത്യം ഉണ്ടെന്നൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ, പക്ഷെ ഒരുപാട് കഥകളുണ്ട് ഇതുപോലെ റിലേറ്റ് ചെയ്ത് പറയാനായിട്ട്. ഭയങ്കര രസമായിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഇഡിയംസ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് മസ്റ്റായിട്ട് പഠിക്കുക, ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് നമുക്ക് വരും. പിന്നെ ഒരു സാധനം കൂടെ ഉണ്ട്, ഫ്രേസൽ വെർബ്സ്. ഓക്കെ, ഫ്രേസൽ വെർബ്സ്. പക്ഷെ നമ്മളിൽ പലർക്കും അറിയത്തില്ല. നമ്മള് നമ്മുടെ ഡെയിലി ലൈഫിൽ വരെ നമ്മൾ ഫ്രേസൽ വെർബ്സ് യൂസ് ചെയ്യാറുണ്ട്. ഇപ്പൊ രാവിലെ അമ്മ വന്ന് എല്ലാ വീട്ടിലും പറയില്ല, എന്നാലും ഗെറ്റപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എണീക്കൂ എന്നാണ് അല്ലെ. ഗെറ്റപ്പ് അല്ലെ എന്ന് പറഞ്ഞാൽ എണീക്കൂ, അതൊരു ഫ്രേസൽ വെർബ് ആണ് അല്ലെ. ഇപ്പൊ നമ്മൾ ബസ്സിൽ കയറി കഴിഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ കണ്ടക്ടർ പറയത്തില്ല, എന്നാലും ഗെറ്റ് ഡൗൺ, സ്റ്റോപ്പ് എത്തി, ഗെറ്റ് ഡൗൺ എന്ന് പറഞ്ഞാൽ ഇറങ്ങുക എന്നാണ്. ഇപ്പൊ നിങ്ങൾ ആലോചിക്കുന്നുണ്ടായിരിക്കും, ഏത് ബസ്സിലത്തെ കണ്ടക്ടറാണ് അങ്ങനെ ഗെറ്റ് ഡൗൺ, അല്ലെങ്കിൽ ഏത് കിളിയാണ് അങ്ങനെ പറയുന്നത്? റിയാലിറ്റിയിൽ അങ്ങനെ പറയുന്നില്ല, പക്ഷെ ഇറങ്ങുക എന്നുള്ളതിനാണ് ഗെറ്റ് ഡൗൺ എന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ ഇറങ്ങുക, ഗെറ്റ് ഡൗൺ. ഇനി അതേ കണ്ടക്ടറിന് വേണമെങ്കിൽ പറയാം, അകത്തോട്ട് കയറൂ, ഗെറ്റ് ഇൻ അല്ലെ. അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് ഗസ്റ്റ് വരുമ്പോൾ നമ്മൾ പറയും, നമ്മൾ അവരെ അകത്തോട്ട് വിളിച്ചിരുത്തും അല്ലെ, ഗെറ്റ് ഇൻ, അകത്തോട്ട് വരിക അല്ലെ. ഇതൊക്കെ ഇതൊക്കെ ഫ്രേസൽ വെർബ് ആണ്. കണ്ടോ, ഇതെല്ലാം ഫ്രേസൽ വെർബ് ആണ്. അപ്പൊ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മൾ കുറെ ഫ്രേസൽ വെർബ്സ് നമ്മളും യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ ഒരു നെക്സ്റ്റ് ലെവലിലുള്ള ഫ്രേസൽ വെർബ്സ് ഒക്കെയാണ് നമുക്ക് എക്സാമിന് ചോദിക്കുന്നത്. അപ്പൊ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് എക്സാമിന് വരുന്നത്. ഈ സാധനങ്ങളാണ് നമുക്ക് വരുന്നത് എക്സാമിന്. അപ്പോ ഇത്രയും പഠിച്ചാൽ മതി. ഇതാണ് നമ്മുടെ 20 മാർക്കിന് വരുന്ന കാര്യങ്ങൾ. ഇത്രയും സാധനങ്ങൾ, ഈ ഗ്രാമർ പാർട്ടും വൊക്കാബ്സും, ഇത്രയാണ് നമുക്ക് ഓവറോൾ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോ ഞാൻ ജസ്റ്റ്, നമുക്ക് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും ഒന്നും ഇന്നിപ്പോ നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റില്ല, പക്ഷെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം. നമ്മൾ ഫുൾ ആൻസേഴ്സ് ഒന്നും നമ്മൾ ഒന്നും ഒത്തിരി ഡീറ്റെയിൽഡ് ആയിട്ടൊന്നുമില്ല, ഏതൊക്കെ ഏരിയന്ന് വന്നു എന്ന് കാണിക്കാൻ മാത്രം, അതിന്റെ ഒരു പാറ്റേൺ കാണിക്കാൻ വേണ്ടി മാത്രം ഞാനൊന്ന് കാണിച്ചു തരാം. ജസ്റ്റ് അതിന്റെ ഒരു പാറ്റേൺ ഇങ്ങനെയൊക്കെ വന്നു എന്ന് കാണിക്കാനായിട്ട് മാത്രം ഞാൻ കാണിച്ചു തരാവേ. ജസ്റ്റ് കാണിച്ചു തരാം. ഇപ്പൊ ഇത്രയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേ കുറച്ചൊരു കോൺഫിഡൻസ് കൂടിയോ അതോ ഉള്ളതും കൂടെ പോവാണോ ചെയ്തേ? എന്താണ് ഇപ്പൊ തോന്നുന്നത്? നമ്മൾ ടോപ്പിക്ക് തുടങ്ങിയിട്ടില്ല, ഞാൻ ക്വസ്റ്റ്യൻസ് കൂടെ കാണിക്കാം. അപ്പം അതുകൂടെ കാണിച്ച, ഇപ്പൊ കുറച്ചുപേര് നിങ്ങൾ എഴുതിയിട്ടുള്ളവരുണ്ട്, അപ്പൊ പലത് എഴുതിയിട്ടുള്ളവരുണ്ട്, എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം. അപ്പൊ ചെറിയൊരു ഐഡിയ കിട്ടും. എന്നിട്ട് നമുക്ക് ഇതില് ജസ്റ്റ് ഒന്ന് കുറച്ച് ഇതിന്റെ ആൻസർ കീസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്.
പക്ഷെ ഇപ്പൊ നമ്മള് കാരണം ഇപ്പൊ ഇതിനകത്ത് പുതിയ ആളുകളും ഉണ്ട്. അപ്പൊ നമ്മൾ പഠിക്കുന്നേ ഉള്ളൂ. പുതിയതായിട്ടുള്ളവർക്ക് നമ്മൾ പഠിക്കുന്നതേ ഉള്ളൂ. അപ്പൊ അതൊക്കെ നമുക്ക് പഠിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് ചെയ്യാം. കോൺഫിഡൻസ് കൂടി അല്ലേ? ഓക്കെ, യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ അത് നമ്മൾ ഇനി സിസ്റ്റമാറ്റിക് ആയിട്ട് അങ്ങ് നമ്മൾ പോകും കേട്ടോ. അത് കറക്റ്റ് സിസ്റ്റമാറ്റിക് ആയിട്ട് നമുക്ക് ഇങ്ങനെ ഓരോന്നോരോന്ന് നമുക്ക് പഠിച്ചു പോകണം. എങ്കിൽ നമുക്ക് അതാ ഞാൻ പറഞ്ഞത്, നമ്മുടെ മനസ്സിൽ ആ ഒരു ഇത് വേണം. ഇപ്പോ 20 മാർക്കാണ്. ഈ 20 മാർക്കില് നമുക്ക് വൊക്കാബും ഗ്രാമറും മാത്രം പഠിച്ചാൽ പോരെ, മതി. അപ്പം ഇതിന്റെ ഇപ്പൊ LD-യുടെ ടൈപ്പിസ്റ്റ് ആണെങ്കിലും ഇപ്പൊ ഈ വാട്ടർ അതോറിറ്റി ഏതിന്റെ ആണെങ്കിലും നമുക്ക് ഇത്രയും ചെയ്താൽ മതി. ഓക്കെ, ആ ടൈപ്പിസ്റ്റ് എന്നുള്ള എക്സാമിന് ഇത്രയും ഉള്ളൂ നമുക്ക് പോർഷൻസ്. അപ്പോ ബാ കാണിച്ചു തരാം. ഇതിപ്പം നമുക്കിപ്പോ ഒന്നും അറിയത്തില്ല കേട്ടോ, നമ്മൾ ഒന്നും പഠിച്ചിട്ടില്ല, നമുക്കിതൊന്നും അറിയത്തില്ല. ഞാൻ ടോപ്പിക്ക് ഒന്നും എടുത്തിട്ടില്ല. എന്തൊക്കെ വന്നിട്ടുണ്ടെന്ന് മാത്രം കാണിക്കുവാണേ. ഇതുണ്ടോ, ഒരു ഇഡിയം ചോദിച്ചിട്ടുണ്ട്. ഒരു ഇഡിയം ചോദിച്ചിട്ടുണ്ട്. അപ്പോ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. എന്നിട്ട് ഇതിനകത്ത് ആ ഇഡിയം അവർ തന്നിരിക്കും, ആ സെന്റൻസ് വെച്ചിട്ടാണ്. ആ ഇഡിയം ഒരു സെന്റൻസിനകത്ത് ആക്കി തന്നിരിക്കും. അത് രണ്ട് രീതിയിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. നേരിട്ട് ഒരു ഇഡിയം തന്നിട്ട് അതിന്റെ മീനിങ് എന്താന്ന് ചോദിക്കാം. അതല്ലെങ്കിൽ ഒരു സെന്റൻസിനകത്ത് വേണമെങ്കിൽ ഈ ഇഡിയത്തിന്റെ മീനിങ് എന്താണ് എന്ന് വേണമെങ്കിൽ ചോദിക്കാം. രണ്ട് രീതിയിലും ചോദിക്കാം. അപ്പൊ ഇതിപ്പോ നമ്മുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആണ്, ഇപ്പൊ കഴിഞ്ഞിട്ടുള്ള നമ്മുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ളതാണ്. അപ്പൊ ഇതിനകത്ത് ഒരു ഇഡിയം ചോദിച്ചിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ ഇതിന്റെ ആൻസർ ഒന്നും നമ്മൾ ഡിസ്കസ് ഒന്നും ചെയ്യുന്നില്ല. അല്ലെങ്കിൽ സിമ്പിൾ ആയിട്ടുള്ളതിന്റെ വേണോ, അല്ലെങ്കിൽ വേണ്ട, ഇപ്പൊ സിമ്പിൾ ആയിട്ടുള്ളതൊന്നും വേണ്ട. ഞാൻ ജസ്റ്റ് എന്തൊക്കെ വന്നു എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. ബാക്കി നമുക്ക് ഇതേ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമുക്ക് അത്യാവശ്യം കുറച്ചൊന്ന് പോർഷൻസ് ഒക്കെ കവർ ചെയ്തിട്ട് നമുക്ക് വീണ്ടും ഡിസ്കസ് ചെയ്യാം, പേടിക്കണ്ട. അപ്പോ ഒരു ഇഡിയം വന്നിട്ടുണ്ട്. അപ്പൊ നോക്കിക്കോണേ, അതിന്റെ വെയിറ്റേജ് നോക്കിക്കോണേ. ഇഡിയം ചോദിച്ചിട്ടുണ്ട്. ഞാനിപ്പൊ പറഞ്ഞ ആ വൊക്കാബ്സിനകത്ത് തന്നെ നോക്കിക്കോ, ഇഡിയം വന്നിട്ടുണ്ട്. വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ. ഓക്കെ, വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ രണ്ടാമത്തെ ടോപ്പിക്കായ ഈ വൊക്കാബിന്ന്. പിന്നെ ഒരു സിനണിം ചോദിച്ചിട്ടുണ്ട്, മീനിങ് ചോദിച്ചിട്ടുണ്ട്. 3 വൊക്കാബ്സ് ആയേ, അവിടെ തന്നെ 3 വൊക്കാബ്സ് ആയി. പിന്നെ 4 ഓപ്ഷൻസേ ഉള്ളൂ, അതൊക്കെ അറിയാലോ. ഇനി ഗ്രാമറിൽ നിന്ന് പ്രിപ്പോസിഷൻ ചോദിച്ചിട്ടുണ്ട്. പ്രിപ്പോസിഷൻ, ഓക്കെ, പ്രിപ്പോസിഷൻ അത് പാർട്സ് ഓഫ് സ്പീച്ചിലുള്ള ആളാണേ. ആണ്. ഇനി നമുക്ക് ഇപ്രാവശ്യം എന്താണല്ലോ, നമുക്ക് ഇതിലെ ഫിഗർ ഓഫ് സ്പീച്ചും കൂടെ നമുക്കൊന്ന് കാണാം. നമ്മുടെ സിലബസിൽ പറഞ്ഞിട്ടില്ല. അപ്പോ ഇനി അതിനകത്ത് വേറെ വേരിയേഷൻ ഒന്നും വരത്തില്ലായിരിക്കും. നമ്മുടെ സിലബസിൽ പറഞ്ഞിട്ടില്ലെങ്കിലും ആ തവണ അത് ചോദിച്ചിരുന്നു, ലേറ്റസ്റ്റ് അത് ചോദിച്ചിരുന്നു. അത് നമുക്ക് എന്താണ്, നമുക്കത് കാണാം. സിമ്പിൾ ബേസിക് സാധനങ്ങൾ വെച്ച് നമുക്കത് കാണാം, പേടിക്കണ്ട. ഓക്കെ, അപ്പോ പിന്നെ 66ാമത്തത് ഗ്രമാറ്റിക്കലി കറക്റ്റ് ഏതാന്നാ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാൽ പ്രോനൗണിൽ നിന്ന് ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റൻ. അപ്പൊ പാർട്സ് ഓഫ് സ്പീച്ച് ആണ്. പാർട്സ് ഓഫ് സ്പീച്ച് പഠിക്കുന്ന ഒരു കുട്ടിക്ക് എന്താണേലും പ്രിപ്പോസിഷനും കിട്ടും, അതേപോലെ തന്നെ പ്രോനൗൺസും കിട്ടും. അപ്പൊ അതായത് ഗ്രാമറിൽ നിന്ന് വന്നേ. വൊക്കാബ് 3 എണ്ണമാണ്, ബാക്കിയെല്ലാം ഗ്രാമറാണ്. അവിടെ നിൽക്കട്ടെ. ഫ്രേസൽ വേർബ് വന്നത് കണ്ടോ, ഫ്രേസൽ വേർബ്. ഇതൊക്കെ സിമ്പിൾ ഫ്രേസൽ വേർബാ. 4ാമത്തെ സാധനം ചോദിച്ചേ. ഇനി സ്പെല്ലിംഗ് വന്നത് കണ്ടോ, അടുത്തതിനകത്ത് കണ്ടോ, അവിടെ തന്നെ സ്പെല്ലിങ്ങും വന്നേ. ഇത്രയായി. അതായത് ഇതാ ഞാൻ പറഞ്ഞത് കേട്ടോ. ഞാൻ പറഞ്ഞ നമ്മുടെ വൊക്കാബിനകത്ത് 6 എണ്ണം പഠിക്കണം എന്ന് പറഞ്ഞു, അതിൽ 5 എണ്ണവും ഇപ്പൊ തന്നെ വന്നു. ഇനി ഒരു ഓപ്പോസിറ്റ് കൂടെ മാത്രമേ അവിടെ പെൻഡിങ് ആയിട്ട് കിടപ്പുള്ളൂ. നോക്കാം. ഇനി ആക്റ്റീവ് പാസീവ് വോയിസ് വന്നത് കണ്ടോ, ഗ്രാമറിൽ നിന്ന്. ആക്റ്റീവ് പാസീവ് വോയിസിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ വന്നു. ക്വസ്റ്റ്യൻ ടാഗ് കണ്ടോ, ക്വസ്റ്റ്യൻ ടാഗ്. ഇനി അടുത്തത് വേർബിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ്. ഓക്കെ, അതിന്റെ ഒരു സ്പെഷ്യൽ ലെവലിലുള്ള ഒരു ക്വസ്റ്റൻ ആണ്. ഓക്കെ, നമ്മൾ കുറെ കാര്യങ്ങൾ ഇതിങ്ങനെയാണ് എന്നൊക്കെ നമ്മൾ പഠിക്കും. ചിലതിനകത്ത് ഇംഗ്ലീഷ് ആയതുകൊണ്ട് സ്പെഷ്യൽ കേസസ് ഒക്കെ ഇഷ്ടം പോലെ ഉണ്ട്. ഇങ്ങനെ വന്നാൽ അങ്ങനെ, ഇപ്പുറത്തോട്ട് മാറി നടന്നാൽ അങ്ങനെ, ഒരാൾ നേരെ നടന്നാൽ അങ്ങനെ പോകണം, അയാൾ എങ്ങാനും ഇച്ചിരി വളഞ്ഞു നടന്നാൽ വേറെ റൂൾ. അതാണ് ഇംഗ്ലീഷിന്റെ ഒരു പ്രത്യേകത കേട്ടോ. ഗ്രാമറിനകത്ത് എല്ലാരും നോക്കുമ്പോഴത്തേക്കും അയ്യോ 120 റൂൾസോ അല്ലെങ്കിൽ 100 റൂൾസോ, ഇത്രയൊക്കെ റൂൾസ് ഉണ്ടോ? കണക്ക് കൂട്ടി വന്നു കഴിയുമ്പോൾ ഇത്രയൊക്കെ റൂൾസ് ഉണ്ട്. അതെന്താ വെച്ചാൽ ഞാൻ പറഞ്ഞ പോലെ ഒരാൾ സ്ട്രെയിറ്റ് ആയിട്ട് നടന്നു കഴിഞ്ഞു കഴിഞ്ഞാല് ഒരു റൂള്. നേരെ മറിച്ച് അയാൾ എങ്ങാനും അവിടെ ട്രാഫിക് ആണെന്ന് കണ്ട് ഇച്ചിരി വളഞ്ഞ വഴി വല്ലതും പോയി കഴിഞ്ഞാൽ അത് വേറൊരു റൂള്, അത് വേറൊരു സ്പെഷ്യൽ കേസാണ്. അങ്ങനെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ. അപ്പൊ അതിലോട്ടൊക്കെ നമുക്ക് വരാം, ഓരോന്നോരോന്നും കാണാം. ഇന്നിപ്പോ ഞാൻ ഒന്നും പറഞ്ഞു പേടിപ്പിക്കുന്നൊന്നുമില്ല. അപ്പൊ ഇതിപ്പം ഗ്രാമറിന്റെ വേർബിനെ ബേസ് ചെയ്തിട്ടുള്ള ഒന്നാണ്. പിന്നെ
അടുത്തത് ഇതും ഗ്രാമർ, ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഗ്രാമറിന്റെ ക്വസ്റ്റ്യൻസ് ആണ്. ഈ ഐദർ ഓർ എന്നൊക്കെ വരുന്നത് പ്രോനൗണിൽ നിന്ന് എടുക്കാം, അല്ലെങ്കിൽ നമ്മുടെ സബ്ജക്ട് വേർബ് ഉണ്ടല്ലോ അതിൽ നിന്ന് വേണമെങ്കിൽ നമുക്ക് കാണാം. അതൊക്കെ വരുന്നതാണ്. പിന്നെ അടുത്ത ഏരിയ ഒരു കളക്റ്റീവ് നൗണാ വന്നിരിക്കുന്നത്, ഒരു കളക്റ്റീവ് നൗൺ. അപ്പൊ അത് നൗൺസിന്റെ ആരാണ്, നൗൺസിന്റെ വേണമെങ്കിൽ കസിൻ ആയിട്ടൊക്കെ അതിനകത്ത് പെടുന്ന ഇവരൊക്കെ ഒരേ ഫാമിലി പെട്ടവരാണ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ നൗൺസിന്ന് ഈ പറയുന്ന കളക്റ്റീവ് നൗൺ, ഗ്രൂപ്പ്, അത് വന്നിട്ടുണ്ട്. പിന്നെ 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 അടുത്തത് കൺജങ്ഷൻ, പാർട്സ് ഓഫ് സ്പീച്ച് ആണ്. അതേ പറഞ്ഞു, പാർട്സ് ഓഫ് സ്പീച്ചിൽ നിന്ന് വന്ന ക്വസ്റ്റ്യൻ കണ്ടോ, കൺജങ്ഷൻ വന്നിട്ടുണ്ട്. ഇത് കൺജങ്ഷൻ ആണ്. അപ്പൊ ഇവരിത് പറയത്തൊന്നുമില്ല ഇത് കൺജങ്ഷൻ ആണെന്ന്, നമ്മൾ കണ്ടുപിടിച്ച് മനസ്സിലാക്കിക്കോളാം. അവര് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആയിട്ട് അവർ കൊടുത്തിട്ടുണ്ട്. അവരൊരു സെന്റൻസ് തന്നിട്ടുണ്ട്, രണ്ടാമത്തെ സെന്റൻസ് തന്നിട്ടുണ്ട്, അത് നമ്മൾ സ്യൂട്ടബിൾ കൺജങ്ഷൻ വെച്ച് നമ്മളത് കണക്ട് ചെയ്യാം. അപ്പൊ പാർട്സ് ഓഫ് സ്പീച്ചിൽ നിന്ന് തന്നെയാണ് വന്നിരിക്കുന്നത്. ഓക്കെ. പിന്നെ അടുത്തത് ടെൻസസ് പഠിക്കുന്ന കൂട്ടത്തിൽ തന്നെ നമുക്ക് അറിയേണ്ട ഒന്നാണ് ഇഫ് വരുവാണെങ്കിൽ. ഇഫ് എന്ന് പറഞ്ഞ ഒരു കണ്ടീഷണൽ ക്ലോസ് ആണ്. അതായത് നീ പഠിക്കുവാണെങ്കിൽ നിനക്ക് നല്ല മാർക്ക് കിട്ടും, നീ ഇന്ന് പഠിച്ചാൽ നിനക്ക് ഞാൻ ചോക്ലേറ്റ് മേടിച്ചു തരും. നമ്മളെ പിള്ളേരുടെ അടുത്ത് കണ്ടീഷൻ പറയില്ല, നീ ഇന്നത് ചെയ്താൽ അത് ചെയ്തു തരാം എന്നൊക്കെ. അപ്പൊ അങ്ങനെ കണ്ടീഷൻസ്, അതും ടെൻസിന്റെ കൂടെ വരുന്ന കാര്യം തന്നെയാണ്. ഇതൊക്കെ ആ ഓരോ ഫാമിലിയിൽ പെടുന്നതാണ്. ഓക്കെ. പിന്നെ അതാ വീണ്ടും അടുത്തത് സ്പീച്ച്, ഡയറക്റ്റ് ഇൻഡയറക്റ്റ് സ്പീച്ച് അല്ലെങ്കിൽ റിപ്പോർട്ടഡ് സ്പീച്ചിൽ നിന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. റിപ്പോർട്ടഡ് സ്പീച്ചിൽ നിന്ന് ക്വസ്റ്റ്യൻ വന്നു. പിന്നെ അടുത്തതും 77ാമത്തതും വേർബിൽ നിന്ന് ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, വേർബിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. പിന്നെ ആർട്ടിക്കിൾസ്, അത് ഞാൻ അവിടെ ആർട്ടിക്കിൾസ് ഞാൻ ഇച്ചിരി മുമ്പ് എഴുതാൻ വിട്ടുപോയി കേട്ടോ. ആർട്ടിക്കിൾസ് ഉണ്ട്, ആർട്ടിക്കിൾസ് ഞാൻ തൊട്ട് മുന്നത്തേനകത്ത് എഴുതാൻ മറന്നുപോയി. ആർട്ടിക്കിൾസ് അതിനകത്ത് കിടപ്പുണ്ട് കേട്ടോ. അത് നമ്മൾ എടുക്കുന്നതാണ്, അത് ഞാൻ പറയാനായിട്ട് വിട്ടുപോയതാണ്. ആർട്ടിക്കിൾസ് ഉണ്ട്, അതായത് എ ആണോ ആൻ ആണോ ദ ആണോ എന്നൊക്കെ ഉള്ളതാണ്. ആർട്ടിക്കിൾസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ട്. പിന്നെ അത് ഉറപ്പായിട്ടും വരുന്നതാണ് ആർട്ടിക്കിൾസ് ചെയ്യുന്ന ആർട്ടിക്കിൾസ്. പിന്നെ അടുത്തത് ഇതും ഈ പറഞ്ഞ പോലെ തന്നെ ഗ്രാമറിന്റെ ബേസിക് ആയിട്ടുള്ള നൗൺസ് വരുന്ന കൂട്ടത്തിൽ തന്നെ നമുക്ക് പറയേണ്ട ഒരു അതിന്റെ ആപ്ലിക്കേഷൻ ആണ് ഫ്യൂ, ലിറ്റിൽ, അതൊക്കെ നൗൺസിന്റെ കൂടെ വരുന്നതാണ്. പിന്നെ ഇതുണ്ടല്ലോ ഈ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, അത് ഒരു സിമ്പിൾ സാധനമാണ്. അതായത് ഒരു സെന്റൻസ് ഇങ്ങനെ കുറച്ച് ജമ്പിൾഡ് ആയിട്ട് കിടപ്പുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയും തിരിച്ചു നോക്കിയിട്ടുണ്ട്. അതിന് മര്യാദയ്ക്ക് ഒരു സെന്റൻസ് ആക്കണം. ഇപ്പൊ ഇസ് കൺട്രി മൈ ഇന്ത്യ, ഇസ് കൺട്രി മൈ ഇന്ത്യ എന്ന് പറയുമ്പോൾ അതിനെ മര്യാദയ്ക്ക് എഴുതി കഴിഞ്ഞാൽ ഇന്ത്യ ഇസ് മൈ കൺട്രി അല്ലെ. അപ്പൊ ഒരു സെന്റൻസിനെ അവരൊന്ന് തിരിച്ചിട്ടു, എന്നിട്ട് അതിനെ ഒന്ന് മര്യാദയ്ക്ക് ഒന്ന് ഇത് ഫുള്ള് സ്ക്രാമ്പിൾ ചെയ്ത് കിടക്കാണ് അല്ലെങ്കിൽ ജമ്പിൾഡ് ആയിട്ട് കിടക്കാണ്, നമ്മൾ അതിനെ അൺസ്ക്രാമ്പിൾ ചെയ്യണം. അതാണ്. അതപ്പം അങ്ങനെ സാധാരണ നമുക്കതിനെ ചോദിക്കുന്നതല്ല, പക്ഷെ അന്ന് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ. അപ്പൊ അങ്ങനെയായിരുന്നു ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പം കണ്ടോ, നമ്മുടെ ക്വസ്റ്റ്യൻസിന്റെ ഒരു പാറ്റേൺ ഏകദേശം മനസ്സിലായോ? ഇങ്ങനെ. അപ്പോ ഞാൻ നമ്മുടെ ഗ്രാമറിന്റെ ആ ടോപ്പിക്കിനകത്ത് ആർട്ടിക്കിൾസും കൂടെ ഞാൻ ജസ്റ്റ് ഒന്ന് ആഡ് ഓൺ ചെയ്യാണ്, അത് എഴുതാൻ വിട്ടുപോയതാണ്. കണ്ടോ, ഗ്രാമർ വേണം, വൊക്കാബ് വേണം എന്ന് പറഞ്ഞു. ആ ഗ്രാമറിനകത്ത് EFG ആർട്ടിക്കിൾസ് ഒക്കെ നമ്മൾ തുടക്കത്തിൽ തന്നെ ഈ സബ്ജക്ട് വേർബ് കഴിയുമ്പോൾ തന്നെ അതിന്റെ കൂടെ തന്നെ വരുന്നതാണ് ആർട്ടിക്കിൾസ് കേട്ടോ. അതൊന്നും വലിയ സീനുള്ള ടോപ്പിക്സ് ഒന്നും അല്ല. അപ്പൊ കണ്ടോ, അതാണ് ഇത് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ, ഇത് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ. അപ്പൊ നിങ്ങൾക്ക് ഒരു ചെറിയൊരു ഐഡിയ കിട്ടില്ല, ഇങ്ങനെയാണ് നമുക്ക് എക്സാമിന് വരുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഇന്ന ഏരിയാസ് നമ്മൾ പഠിക്കണം, അതിനെ റിലേറ്റ് ചെയ്ത് ഇന്ന എടുത്തെന്നൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻസ് വന്നു. അപ്പൊ ഇത് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടി. ഒരു ക്വസ്റ്റ്യൻ പേപ്പറൂടെ കാണിക്കാം, അതായത് 10 മാർക്കിന്റെ ഒരെണ്ണമാണ്, അതുകൂടെ ഒന്ന് കാണിക്കാം. അപ്പൊ നമുക്ക് അതിന്റെയും കൂടെ ഒരു ഐഡിയ നമുക്ക് കിട്ടും. യെസ്, ഓക്കെ. വാട്ടർ അതോറിറ്റിയുടെ LDയുടെ ഒരു ടൈപ്പിസ്റ്റ് ആണ്, അതും കൂടെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പം ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി ഇന്ന രീതിയിലൊക്കെയാണ് അത് 10 മാർക്കിന്റെ ആണ്. അതപ്പം അതും കാണിച്ചു തരാം ഞാൻ. ജസ്റ്റ് ഒന്ന് ഇങ്ങനെയൊക്കെയാണ്, കാരണം നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പം ഇവിടെ നിന്നും അവിടെ നിന്നൊക്കെ പലയിടത്തുനിന്നായിട്ട് നമ്മൾ ക്വസ്റ്റ്യൻസ് എടുക്കുമല്ലോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് ആ ഒരു ലെവല് കാണിക്കാൻ വേണ്ടിയേ, ഇങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നതെന്ന് മാത്രം ഒന്ന് കാണിക്കാൻ വേണ്ടി, നമ്മൾ ടെൻഷനൊന്നും അടിക്കണ്ട എന്നുള്ളതാണ്. ദേ 61ാമത്തെ ക്വസ്റ്റ്യൻ തൊട്ടാണേ, ഇവിടെ കണ്ടോ 61ാമത്തെ ക്വസ്റ്റ്യൻ അതാ വരുന്നു.
ഇതിലെ 10 ക്വസ്റ്റ്യൻസേ ഉള്ളൂ. ഇത് 10ന്റെ ആണ്. അതും കൂടെ കാണിച്ചു തരാം. കണ്ടോ? അതായത് ഏതൊക്കെ ഏരിയ നമ്മൾ അറിയുന്നതിൽ നിന്ന് ഞാനിപ്പോ പഠിക്കണം എന്ന് പറഞ്ഞതിൽ നിന്നും അങ്ങനെ തന്നെയാണ് ക്വസ്റ്റ്യൻസ്. ആ സിലബസുമായിട്ട് നോക്കിക്കഴിയുമ്പം സിലബസിൽ ഭയങ്കര ഇതായിട്ട് കാണും. അതിൽ നിന്ന് തന്നെയാണോ നമുക്ക് വന്നിരിക്കുന്നത് ഈ കാണിക്കുന്നത്. കണ്ടോ? ആർട്ടിക്കിൾസ് തന്നെയാ, 2 ബ്ലാങ്ക് ആയിട്ട് തന്നു. മനസ്സിലായോ? അപ്പൊ ഒരു ബ്ലാങ്ക് വരാം, 2 ബ്ലാങ്ക്സ് വരാം, എങ്ങനെ വേണേലും വരാം. അപ്പൊ ആർട്ടിക്കിൾസ് നിന്ന് ക്വസ്റ്റ്യൻ വന്നത് കണ്ടോ? ആർട്ടിക്കിൾസ് നിന്ന് ക്വസ്റ്റ്യൻ വന്നു. പിന്നെ അടുത്തത് ഇത് കറക്റ്റ് ഫോം ഓഫ് ബി, അതായത് വേർബിൽ നിന്ന് തന്നെയാണ്. അടുത്തതും വേർബിൽ നിന്നാണ്. 62ാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് വേർബിൽ നിന്നാണ്. ഓക്കെ, അത് നമുക്ക് ചെയ്യാം. ക്വസ്റ്റ്യൻ ടാഗ് വീണ്ടും വന്നത് കണ്ടോ? ക്വസ്റ്റ്യൻ ടാഗ്, അതേ പറഞ്ഞേ, ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ ഉറപ്പായിട്ടും ഇതൊക്കെ ചോദിക്കും. അപ്പൊ അതാ ക്വസ്റ്റ്യൻ ടാഗ് വന്നു. ഇപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ ടാഗ് ഒന്നും ചെയ്യാൻ അറിയത്തില്ല, അവിടെ നിന്നോട്ടെ. പാസീവ് വോയിസ് വന്നു, ഗ്രാമറിൽ നിന്ന് വരുന്നത്. ഐഡന്റിഫൈ ദ കറക്റ്റ് സെന്റൻസ്. ഓക്കെ, ആ കറക്റ്റ് സെന്റൻസ് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് അത്യാവശ്യം ബേസിക് ഗ്രാമർ അറിയണം. ഇത് കൺജങ്ഷനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ കൺജങ്ഷൻ വന്നേ, പാർട്സ് ഓഫ് സ്പീച്ച് ആണേ. അടുത്തത് ഗ്രാമറിനകത്ത് വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ. ഓക്കെ, വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ അത് എന്തിന്റെയാണെന്നറിയോ? ഫ്രേസൽ വേർബ് വന്നിട്ട് അതിന്റെ വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ. ഓക്കെ, അപ്പൊ അങ്ങനെ വന്നു. പിന്നെ വീണ്ടും ഗ്രമാറ്റിക്കലി കറക്റ്റ് ആയിട്ടുള്ളത്. ഈ ഗ്രമാറ്റിക്കലി കറക്റ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പം അങ്ങനെ 3-4 എണ്ണം ചോദിക്കുന്നുണ്ട്. 3-4 സെന്റൻസസ് വന്നിട്ട് അതിലെ കറക്റ്റ് സെന്റൻസ് ഏതാണ്, അല്ലെങ്കിൽ അതിലെ റോങ് സെന്റൻസ് ഏതാണ്, കോമ്പിനേഷൻ വെച്ച് അങ്ങനെ വരുന്നുണ്ട്. അപ്പൊ അതിൽ ചുരുക്കത്തിൽ നമ്മൾ നമ്മുടെ എല്ലാ ഗ്രാമറും പഠിച്ചു കഴിയുമ്പം അത് നമുക്ക് സെറ്റ് ആവും. പിന്നെ വീണ്ടും ഇഡിയം, വീണ്ടും ചോദിച്ചിരിക്കുന്നത് ഇഡിയൻ ചോദിച്ചിട്ടുണ്ട്. അതാണ് ആ സിലബസിൽ പറഞ്ഞിരിക്കുന്ന എല്ലാം തന്നെ ഉണ്ട് ഇതിനകത്ത്. സ്പെല്ലിംഗ് ചോദിച്ചിട്ടുണ്ട്. സ്പെല്ലിംഗ് ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഭയങ്കര ഭംഗിയായിട്ടാ ചോദിച്ചിരിക്കുന്നത്. കണ്ടോ? 4 ഓപ്ഷൻസ് ഉള്ള 4 വേരിയേഷൻസ് തന്നു. കണ്ടോ? എന്നിട്ട് അതിലെ ഏതാണ് കറക്റ്റ് എന്നുള്ളത്. അപ്പൊ 4ഉം ശരിയായിട്ടുള്ള ഏതാ. അപ്പൊ ഇതൊക്കെ ഏത് രീതിയിലും ചോദിക്കും. കണ്ടോ? ഇതൊക്കെയാണ് ലേറ്റസ്റ്റ് നമുക്ക് വന്നിരിക്കുന്ന പാറ്റേൺ ഞാൻ പറയാം. പിന്നെ അടുത്തത് വീണ്ടും ഇതും വൊക്കാബ് തന്നെയാണ്. വൊക്കാബ് തന്നെയാണ്. അപ്പൊ നമുക്ക് കറക്റ്റ് ആയിട്ട് സ്പെല്ലിങ്ങും ആ മീനിങ്ങും അറിഞ്ഞാലേ നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. കണ്ടോ? ഇതാണ്, ഇങ്ങനെയാണ് നമ്മുടെ ഇംഗ്ലീഷിന്റെ ഈ 10 എണ്ണം. അടുത്ത 10 എണ്ണമാണ് ഞാൻ ഈ കാണിച്ചത്. സി, അപ്പൊ നമുക്ക് ആ പറഞ്ഞ ഏരിയാസിൽ നിന്നെല്ലാം നമുക്ക് ക്വസ്റ്റ്യൻസ് വരും. പറഞ്ഞ എല്ലാ ഏരിയാസിൽ നിന്നും നമുക്ക് ക്വസ്റ്റ്യൻസ് വരും. അതുകൊണ്ട് നിങ്ങളിൽ പലരും ഈ പറഞ്ഞ പലതിലേക്ക് നിങ്ങളെ ഡീവിയേറ്റ് ചെയ്തായിരിക്കും ചിലപ്പം നിങ്ങളുടെ പ്രാക്ടീസും എല്ലാം ചെയ്യുന്നത്. അപ്പം ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കാൻ പറ്റും. അതായത് നിങ്ങളിപ്പം ഇതിപ്പോ ടൈപ്പിസ്റ്റിന് വേണ്ടി മാത്രം എന്ന് നിങ്ങൾ വിചാരിച്ചാലും നമുക്ക് ടൈപ്പിസ്റ്റ് മാത്രമല്ല, ഈ ബേസിക്സ് നമുക്ക് നിങ്ങൾ വേറെ ഏത് PSC എക്സാം എഴുതുവാണെങ്കിൽ പോലും കുറെയൊക്കെ അതെല്ലാത്തിനകത്ത് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഒരുപാട് ഹെൽപ്പ് തരുന്നതാണ്. അതൊട്ടും നിങ്ങൾ പേടിക്കാനില്ല. ഇപ്പോ കാരണം പല ഗ്രേഡിന്റെ ഉണ്ടല്ലോ. ഇപ്പം സ്റ്റെനോയുടെ ടൈപ്പിസ്റ്റ് അല്ലെങ്കിൽ ക്ലർക്കിന്റെ ടൈപ്പിസ്റ്റ്, അത് ടൈപ്പിസ്റ്റ് തന്നെ ഗ്രേഡ് 2, D ടൈപ്പിസ്റ്റ്, കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ്. അപ്പൊ അങ്ങനത്തെ നമുക്ക് പേരുകൾ പല രീതിയിൽ വരാം. അപ്പൊ പലരും പല എക്സാംസ് ആയിരിക്കും എഴുതുന്നത്. പോസ്റ്റ് ഈ പറഞ്ഞ പോലെ തന്നെ കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ് ഗ്രേഡ് 2ന്റെ ഉണ്ട്, LD ടൈപ്പിസ്റ്റ് ഉണ്ട്, ഗ്രേഡ് 2ന്റെ ഉണ്ട്. അപ്പൊ അതാണ് ഈ രണ്ടായിട്ട് കിടക്കുന്നത്. 10 മാർക്കിന്റെ ഉണ്ട്, അതേപോലെ തന്നെ 20 മാർക്കിന്റെ ഉണ്ട്. ഇത് രണ്ടും എഴുതിയിട്ടുള്ള കുട്ടികളുണ്ട് നമുക്ക്. വെറൈറ്റി ക്വസ്റ്റ്യൻ പേപ്പർ അല്ലേ? അപ്പം രണ്ടും എഴുതിയിട്ടുള്ള നമ്മുടെ കുട്ടികളുണ്ട്. പക്ഷെ ചിലർ ആദ്യമായിട്ട് പഠിക്കുന്നവരായിരിക്കും. ചിലര് ഒരു 3-4 വട്ടം അല്ലെങ്കിൽ 3-4 വർഷം പ്രാക്ടീസ് ചെയ്തിട്ട് നിൽക്കുന്ന, ചിലപ്പോൾ ലാസ്റ്റ് ചാൻസിൽ നിൽക്കുന്നവരായിരിക്കും. അപ്പൊ ഇപ്പൊ ഈ ഗ്രൂപ്പിനകത്ത് നമുക്ക് ഒരുപാട് കുട്ടികൾ ഇപ്പൊ ഉണ്ട്. ഈ ഫസ്റ്റ് ഡേ നിങ്ങൾ കാണിച്ച ഇൻട്രസ്റ്റ് അത് ത്രൂ ഔട്ട് ലാസ്റ്റ് വരെ ആ ഒരു എന്തൂസിയാസം നിങ്ങൾ കൊണ്ടുപോകണം. അങ്ങനെ തന്നെ മുന്നോട്ട് വന്നാൽ മാത്രമേ നമുക്ക് പ്രോപ്പറായിട്ട് നമുക്ക് പ്രാക്ടീസ് ചെയ്ത് സെറ്റ് ആകാൻ പറ്റത്തുള്ളൂ. ആദ്യത്തെ കുറച്ച്, ഇനിയിപ്പം അടുത്ത ആഴ്ച എന്ന് പറയുമ്പോഴത്തേക്കും പലയിടത്തും ഓണം സെലിബ്രേഷൻ ആണ്. എനിക്കറിയാം പലയിടത്തും ഓണം സെലിബ്രേഷൻ ഒക്കെയാണ്. അപ്പൊ ആ വഴി നിങ്ങൾ അങ്ങ് മുങ്ങി പോവരുത്. ഓണമാണെന്നൊക്കെ പറഞ്ഞ് അതൊക്കെ ഉണ്ട്. പക്ഷെ അടുത്ത ആഴ്ചത്തേന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഓണം സെലിബ്രേഷൻ ആണ്, അറിയാം. പക്ഷെ എന്നാലും ആഴ്ചയിൽ ഒരു ക്ലാസ് അല്ലേ ഉള്ളൂ, അതൊന്ന് അറ്റൻഡ് ചെയ്യാം. പിന്നെ ഓണത്തിന്റെ ആഴ്ച മിക്കവാറും കാണത്തില്ല. അത് മിക്കവാറും പലരും പലയിടത്തൊക്കെ വീട്ടിലോ എല്ലാം ഒക്കെ പോകുന്നുണ്ട്, അത് കാണില്ല. പിന്നെ ബാക്കി കറക്റ്റ് ആയിട്ട് നമുക്ക് വീക്ക്ലി വൺസ് തന്നെ അങ്ങനെ തന്നെ അങ്ങ് പോവാം. അപ്പൊ ഗ്രാമറിന്റെ ബേസിക്കും വൊക്കാബ്സും അങ്ങനെ മിക്സ് ചെയ്ത് നമുക്ക് അങ്ങനെ തുടങ്ങി
പ്രാക്ടീസും എല്ലാ കാര്യങ്ങളുമായിട്ട് നല്ല ക്ലിയർ ആയിട്ട് തന്നെ നമുക്ക് മുന്നോട്ട് പോകാം. അപ്പം നിങ്ങൾ അടുത്ത ആഴ്ച വരുമ്പം എനിക്ക് ഇത്രേ പറയാനുള്ളൂ. അടുത്ത ആഴ്ച വരുമ്പം നിങ്ങൾ ഒരു ബുക്ക് മേടിക്കുക. ബുക്ക് മേടിക്കുക. എന്നിട്ട് അതിന്റെ സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് ഗ്രാമർ നമുക്ക് എഴുതാം, അതിന്റെ എൻഡ് മറ്റേ സൈഡിൽ നിന്ന് നമുക്ക് വൊക്കാബും എഴുതാം. ഓക്കെ, അപ്പൊ ഇന്ന് കിട്ടിയിട്ടുള്ള വൊക്കാബ്സ്, അതിപ്പോ മീനിങ്സ് ആയിക്കോട്ടെ, ഓപ്പോസിറ്റ്സ് ആയിക്കോട്ടെ, ഇഡിയംസ് ആയിക്കോട്ടെ, അതൊക്കെ നോട്ട് ചെയ്ത് വെക്കുക. അത് ഇനി മറക്കാൻ പാടില്ല. അങ്ങനെ നമുക്ക് അവസാനം എത്തിക്കഴിയുമ്പോൾ നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് നോക്കി നോക്കി പോയാൽ മതി. ജസ്റ്റ് ഒന്ന് മീൻസ് അത് നമ്മൾ അവനവന്റെ നോട്ട്സ്, അതിനാണ് ഞാൻ പറയുന്നത്, നമ്മുടെ ബുക്ക്, നമ്മുടെ ഹാൻഡ് റൈറ്റിംഗ്, അതാണ് നമുക്ക് ഏറ്റവും ഹെൽപ്ഫുൾ ആയിട്ടുള്ളത്. അവസാനം ഞാൻ എത്ര നോട്ട്സ് തന്നു കഴിഞ്ഞാലും അല്ലെങ്കിൽ എത്ര ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ ഡിസ്കസ് ചെയ്താലും അതിലൊന്നും കാര്യമില്ല. നമ്മുടെ ബുക്കിൽ നമ്മുടെ ഹാൻഡ് റൈറ്റിംഗ് കൊണ്ട് നമ്മൾ എഴുതണം, എന്നാലേ നമ്മളത് അപ്പൊ അതിന് ചെറിയൊരു മെനക്കേടേ ഉള്ളൂ, വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല. അപ്പൊ ആ ഒരു ബുക്ക് മസ്റ്റായിട്ട് നിങ്ങൾ മേടിക്കുക. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മുടെ സിലബസ് അവിടെ ഒന്ന് പേസ്റ്റ് ചെയ്യുക. ഇനി അത് പേസ്റ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ രീതിയിൽ 2 ഏരിയാസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് അതിനെ ഒന്ന് എഴുതി ഇങ്ങനെ വെച്ചാലും മതി. ഓക്കെ, ഇപ്പം ചെറിയൊരു ഐഡിയ കിട്ടിയില്ലേ? അപ്പൊ ഇംഗ്ലീഷ് ആരും പേടിക്കണ്ട, നമുക്ക് പതിയെ തിന്ന പനയം തിന്ന അല്ലെ, ആ ഒരു രീതിയിൽ. അപ്പൊ എന്താണെങ്കിലും നമുക്ക് ഒരു 1.5 വർഷം എന്താണെങ്കിലും നമുക്ക് അങ്ങനെ കൂട്ടാം. 1.5 വർഷം എന്താണെങ്കിലും ഉണ്ട് നമുക്ക് മുന്നിൽ. അപ്പോൾ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് തന്നെ നമുക്ക് മുന്നോട്ട് പോകാം. ഇഷ്ടംപോലെ സമയം ഉണ്ടെന്ന് വെച്ചുകൊണ്ട് ഉഴപ്പാനും പറ്റില്ല. ഇതേ സ്ട്രെങ്ത് ടുവേർഡ്സ് ദി എൻഡും കാണണം. ഓക്കെ, ഒരു 150 സ്റ്റുഡൻസ് ഉള്ളത് ടുവേർഡ്സ് ദി എൻഡും ഇതേ ലെവലിൽ തന്നെ വരിക. അപ്പോ ഇന്നത്തെ ഈ ഒരു സെഷൻ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പൊ കുറച്ചൊരു ഐഡിയ കിട്ടിക്കാണും, ഇതാണ് നമ്മുടെ ഇംഗ്ലീഷ് എന്നുള്ള ഒരു ഐഡിയ കിട്ടിക്കാണും. അത്രേ ഉള്ളൂ ഈ ഒരു സെഷനിൽ പറയാനായിട്ട്. ബാക്കി ടോപ്പിക്കിലോട്ടും എല്ലാം പതുക്കെ നമുക്ക് അടുത്ത ആഴ്ച നമുക്ക് കടക്കാം. ഓക്കെ, സോ താങ്ക് യു ഓൾ, താങ്ക് യു സോ മച്ച്. അപ്പോ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. നമുക്ക് വീണ്ടും അടുത്ത ആഴ്ച നമുക്ക് കാണാം. ഓക്കെ, ടേക്ക് കെയർ ആൻഡ് ബൈ.